ഗുഡ് മോർണിംഗ് ഓൾ. കൊളോയിഡ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സർഫസ് കെമിസ്ട്രിയുടെ കൊളോയിഡ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ ആണ്. തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. നമുക്ക് എങ്ങനെയൊക്കെ കൊളോയിഡ്സിനെ നിർമ്മിക്കാം. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് ഈസ് കെമിക്കൽ മെത്തേഡ്. എന്താണ് കെമിക്കൽ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട്. കെമിക്കൽസ് മിക്സ് ചെയ്ത് കൊളോയിഡ് ഉണ്ടാക്കും. ചില കെമിക്കൽസ് മിക്സ് ചെയ്ത് കൊളോയിഡ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ SO2 H2S കൂടെ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചൂടാക്കും. SO2 എന്ന് വെച്ചാൽ എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡും 2 H2S കൂടെ ചേർക്കുന്നു. സൾഫർ ഡൈ ഓക്സൈഡും 2 H2S കൂടെ ചേർക്കുന്നു. സൾഫർ ഡൈ ഓക്സൈഡ് ഈസ് കമ്പൈനിങ് വിത്ത് 2 molecules of H2S. Then what happens is that ഇതാ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടുത്തെ ഒരു എസും ഇവിടുത്തെ 2 എസും കൂടെ ചേരും. ഒരു എസും സൾഫർ ഡയോക്സൈഡ് ഒന്നുമില്ല. സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്ന H2S മിക്സ് ചെയ്യും. H2Sന്റെ ലിക്വിഡ് ഹൈഡ്രജൻ സൾഫൈഡിന്റെ ലിക്വിഡിലോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു കൊളോയിഡ് ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാലും ഒരു സൾഫറും ഇവിടുത്തെ 2 സൾഫറോടെ ചേർന്ന് ആകെ എത്ര സൾഫർ ആവും? 3 സൾഫർ പ്ലസ് ബാക്കി ഇവിടെ 2 Oയും 2 4 H ഉണ്ട്. 2 Oയും 4 H 2 4 H 2 Oയുടെ ചേർന്ന് എന്താവും? 2H2O ആവും. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? സൾഫർ ഡയോക്സൈഡിനെ ഹൈഡ്രജൻ സൾഫൈഡ് ലിക്വിഡിലോട്ട് പാസ് ചെയ്ത് മിക്സ് ചെയ്തപ്പോൾ അവിടെ വാട്ടറും ഉണ്ടായി. വാട്ടറിൽ സൾഫറിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടായി. ഈ സൾഫറിന്റെ പാർട്ടിക്കിൾസ് പരിശോധിച്ചപ്പോൾ സൾഫറിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കൊളോയിഡൽ സൈസ് ആണുള്ളത്. അതായത് ഇവിടെ ഉണ്ടായത് സൾഫർ സോൾ ആണ് ഉണ്ടായത്. സൾഫറിന്റെ കൊളോയിഡ് ആണ് ഉണ്ടായത്. സൾഫർ സോൾ അല്ലെങ്കിൽ സൾഫറിന്റെ കൊളോയിഡ് ഉണ്ടായത്. ഏതിൽ? വാട്ടർ മീഡിയത്തിൽ. വാട്ടറും സൾഫറിന്റെ പൗഡറുമാണ് അവിടെ ഉണ്ടായത്. ആ പൗഡർ സൾഫർ പൗഡറിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ കൊളോയിഡൽ റേഞ്ച്. മനസ്സിലായല്ലോ? കെമിക്കൽ മെത്തേഡ് സൾഫർ ഡയോക്സൈഡ് ഈസ് കമ്പൈനിങ് വിത്ത് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ്. Then sulfur dioxide hydrogen sulfide ചേർന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? 2H2 means 4H and 2O combined to form 2H2O. Then 2S and 1S combined to form sulfur. This formed sulfur is of the colloidal size. ഇവിടെ ഉണ്ടാവുന്ന പാർട്ടിക്കിൾ കൊളോയിഡ്സ് സൾഫർ എന്ന് പറയുന്ന ഏത് സൈസിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുന്നത്? കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഇപ്പൊ സൾഫറിന്റെ കൊളോയിഡ് ഉണ്ടാക്കുന്ന കെമിക്കൽ മെത്തേഡ് മനസ്സിലായല്ലോ. ഇവിടെ കെമിക്കൽസ് മിക്സ് ചെയ്താണ് സൾഫറിന്റെ കൊളോയിഡ് ഉണ്ടാക്കുന്നത്, സൾഫർ സോൾ ഉണ്ടാക്കുന്നത്. ഹെൻസ് ദിസ് മെത്തേഡ് ഇസ് കോൾഡ് കെമിക്കൽ മെത്തേഡ്. ദെൻ അടുത്തൊരു മെത്തേഡ് FeCl3. FeCl3യുടെ പേരെന്താണ്? ഫെറിക് ക്ലോറൈഡ്. ഫെറിക് ക്ലോറൈഡിനെ 3 molecules of വാട്ടറുമായിട്ട് ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ ചൂടാക്കുന്നു. ഫെറിക് ക്ലോറൈഡിനേക്ക് വെള്ളം ഒഴിച്ച് ചൂടാക്കുന്നു. ചൂടായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടറിലാണ് 1 H ഉണ്ട്, 1 OH ഉണ്ട്. 2 വാട്ടറിലാണെങ്കിൽ 2 H 2 OH. ഇവിടെ എത്ര വാട്ടർ ഉണ്ട്? 3 വാട്ടർ. അപ്പൊ 3 H ഉണ്ട്, 3 OH ഉണ്ട്. ശ്രദ്ധിക്കുക, വാട്ടറിൽ 3 H 3 OH ഉണ്ട്. ഈ 3 H 3 Cl കൂടെ ചേർന്ന് എന്താവും? 3 H 3 Cl കൂടെ ചേർന്ന് എന്താവും? 3 HCl ആവും. പ്ലസ് 3 H 3 Cl കൂടെ ചേർന്നാൽ 3 HCl ആവും. Fe 3 OH കൂടെ ചേർന്ന് എന്താവും? FeOH ത്രൈസ് ആവും. ഇതിനെ വിളിക്കുന്ന പേര് ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്നാണ്. ഉണ്ടായ കാര്യങ്ങൾ മനസ്സിലായ? ഒന്നുകൂടെ പറയാം. അടുത്തൊരു കൊളോയിഡ് ഉണ്ടാക്കുന്ന മെത്തേഡ് കെമിക്കൽ മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഫെറിക് ക്ലോറൈഡിലേക്ക് വെള്ളം ഒഴിച്ച് ചൂടാക്കുന്നു. ചൂടായി കഴിഞ്ഞാൽ 3 മോളിക്കൂൾ വാട്ടറിൽ 3 H 3 OH ഉണ്ട്. 3H കമ്പൈൻ വിത്ത് 3Cl ടു ഫോം 3HCl അല്ലേ? Fe കമ്പൈൻ വിത്ത് 3OH ടു ഫോം FeOH ത്രൈസ്. ദിസ് FeOH ത്രൈസ് ഈസ് കാൾഡ് ഫെറിക് ഹൈഡ്രോക്സൈഡ്. ഈ ഉണ്ടാവുന്ന ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഏത് സൈസിലാണ് കാണപ്പെടുന്നത്? കൊളോയിഡൽ സൈസിലാണ് കാണപ്പെടുന്നത്. അതിന്റെ സൈസ് നോക്കിയപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് പരിഗണിച്ചപ്പോൾ സൈസ് നോക്കിയപ്പോൾ ഇറ്റ് ഈസ് ഓഫ് ദ കൊളോയിഡൽ റേഞ്ച്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ കൊളോയിഡ് അല്ലെങ്കിൽ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ബൈ ഹീറ്റിംഗ് ഫെറിക് ക്ലോറൈഡ് വിത്ത് വാട്ടർ. അപ്പൊ ഈ 2 മെത്തേഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ കെമിക്കൽ മെത്തേഡ് എന്താണെന്ന് മനസ്സിലായല്ലോ? കെമിക്കൽസ് മിക്സ് ചെയ്ത് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? കൊളോയിഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സൾഫർ ഡയോക്സൈഡ് മിക്സ്ഡ് വിത്ത് ഹൈഡ്രജൻ സൾഫൈഡ് വിൽ ഗീവ് സൾഫർ സോൾ. ഫെറിക് ക്ലോറൈഡ് മിക്സ്ഡ് വിത്ത് വാട്ടർ വിൽ ഗീവ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ അല്ലെങ്കിൽ കൊളോയിഡ് ഓഫ് ഫെറിക് ഹൈഡ്രോക്സൈഡ്. ഇനി നമ്മൾ കൊളോയിഡ്സിന്റെ രണ്ടാമത്തെ പ്രിപ്പറേഷനിലോട്ട് പോവുകയാണ്. കൊളോയിഡ്സിന്റെ രണ്ടാമത്തെ പ്രിപ്പറേഷനിലോട്ട് പോവുകയാണ്.
Second method of preparation of colloids is Bredick's arc method. Bredick's arc method. എന്താണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്? പ്ലാറ്റിനം, സിൽവർ, ഗോൾഡ് തുടങ്ങിയവയുടെ കൊളോയിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഒന്നും കൂടി, പ്ലാറ്റിനം, സിൽവർ, ഗോൾഡ് തുടങ്ങിയ മെറ്റലുകളുടെ കൊളോയിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ കണ്ടെയ്നർ എടുക്കും. ഒരു വലിയ കണ്ടെയ്നർ, ഈ കണ്ടെയ്നറിന്റെ ഉൾവശത്ത് സ്ഥലമുണ്ട്, ഉൾവശം പൊള്ളയാണ്. ഓക്കെ, ഇതിന്റെ ഉൾഭാഗത്ത് നമ്മൾ ഐസ് ക്യൂബുകൾ നിറയ്ക്കും. ഇതിന്റെ ഉൾഭാഗത്ത് എന്ത് നിറയ്ക്കും? നമ്മൾ ഐസ് ക്യൂബുകൾ. ഇതിന്റെ ഉൾവശത്ത് ഫുള്ള് ഐസ് ക്യൂബുകൾ നിറയ്ക്കും. ഓക്കെ, അപ്പൊ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാറ്റിനത്തിന്റെ കൊളോയിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സിൽവറിന്റെ കൊളോയിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗോൾഡിന്റെ കൊളോയിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ചെയ്യുന്ന മെത്തേഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ കണ്ടെയ്നർ എടുക്കും. ആ കണ്ടെയ്നറിന്റെ ഉൾവശത്ത് മുഴുവൻ ഏത് നിറച്ചിരിക്കും? ഐസ് ക്യൂബുകൾ നിറച്ചിരിക്കും. അതായത് ഇതിന്റെ ഉൾവശത്ത് നല്ല തണുപ്പായിരിക്കും. ഇതിന്റെ ഉൾവശത്ത്, കാരണം ഇതിനുള്ളിൽ എടുത്തേക്കുന്ന ആരാണ്? ഐസാണ്. ഓക്കെ, ലോഡ് കണക്കിന് ഐസാണ്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് വരച്ചിരിക്കണമെന്നുള്ളൂ, വലിയ കണ്ടെയ്നറാണ്. അപ്പോൾ ഒരു ലോഡ് കണക്കിന് ഐസായിരിക്കും ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. നല്ല തണുപ്പായിരിക്കും. ഇതിന്റെ ഉൾവശം എന്ന് പറയുന്നത് നല്ല തണുപ്പായിരിക്കും. ഓക്കെ, എന്നിട്ട് ഒരു കൊളോയിഡ് ആകുമ്പോൾ അതിന് എന്തൊക്കെ വേണം? അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും വേണം, ഡിസ്പേർഷൻ മീഡിയം വേണം. അതായത് പ്ലാറ്റിനത്തിന്റെ കൊളോയിഡ് ആണെങ്കിൽ പ്ലാറ്റിനമാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. സിൽവറിന്റെ കൊളോയിഡ് ആണെങ്കിൽ സിൽവർ ആയിരിക്കണം അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഗോൾഡിന്റെ കൊളോയിഡ് ആണെങ്കിൽ ഗോൾഡ് ആയിരിക്കണം അവിടുത്തെ എന്ന് പറയുന്ന ഡിസ്പേഴ്സ്ഡ് ഫേസ്. അപ്പൊ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇതിൽ ഏതാണെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം കാണേണ്ടത് ഏത് മീഡിയത്തിലാണോ നമ്മൾ കൊളോയിഡ് ഉണ്ടാക്കേണ്ടത്, ഏത് സോൾവെന്റിലാണ് അല്ലെങ്കിൽ ഏത് ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിലാണ് നമ്മൾ ഡിസ്പേർഷൻ മീഡിയത്തിലാണ് നമ്മൾ കൊളോയിഡ് ഉണ്ടാക്കേണ്ടത്, ആ ലിക്വിഡ് നമ്മൾ ഇതിനുള്ളിലോട്ട് എടുക്കും. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പ്ലാറ്റിനം ഇൻ വാട്ടർ ആണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. പ്ലാറ്റിനത്തിന്റെ കൊളോയിഡിനെ വാട്ടറിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ടർ ഇതിനകത്ത് എടുക്കണം. അല്ലെങ്കിൽ പ്ലാറ്റിനത്തിന്റെ കൊളോയിഡിനെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എടുക്കത്തില്ല, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇതിനുള്ളിൽ എടുക്കും. സോഡിയം ക്ലോറൈഡ് നമ്മൾ സാധാരണ ഡിസ്പേർഷൻ മീഡിയ ആയിട്ട് എടുക്കാറില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ. എത്തനോളാണ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എത്തനോൾ ഇതിനുള്ളിലോട്ട് എടുക്കും. എത്തനോളൊന്നും എടുക്കില്ല, ഒരു കാരണവശാലും എടുക്കില്ല, കത്തിപ്പോവും. എത്തനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്. ഈ റിയാക്ഷൻ നടത്താനൊന്നും അത് വെച്ച് പറ്റത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് കൊളോയിഡ് ഓഫ് പ്ലാറ്റിനം ഈസ് പ്രിപ്പയർഡ് ഇൻ ഡിസ്പേർഷൻ മീഡിയം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ എന്തെടുക്കുക? വാട്ടർ എടുക്കുക. ഒരു ലിക്വിഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ലിക്വിഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഏത് ഡിസ്പേർഷൻ മീഡിയം ആണോ വേണ്ടത് ആ ഡിസ്പേർഷൻ മീഡിയം ഇതിനുള്ളിലോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ആരുടെ കൊളോയിഡാണ്? പ്ലാറ്റിനത്തിന്റെ കൊളോയിഡാണ്. അപ്പോൾ പ്ലാറ്റിനത്തിന് തന്നെ 2 ഇലക്ട്രോഡ് ഇതിന്റെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കുക. ഇതിൽ നിന്നൊരു വയർ എടുക്കുക. ബാറ്ററിയുടെ ഹൈ വോൾട്ടേജ് ബാറ്ററിയുടെ നെഗറ്റീവുമായും അടുത്തത് ഹൈ വോൾട്ടേജ് ബാറ്ററിയുടെ ഏതുമായും കണക്ട് ചെയ്യുക? പോസിറ്റീവുമായും കണക്ട് ചെയ്യുക. അപ്പൊ ഞാൻ പ്ലാറ്റിനം സിൽവർ അല്ലെങ്കിൽ ഗോൾഡിന്റെ കൊളോയിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാറ്റിനത്തിന്റെ അല്ലെങ്കിൽ സിൽവറിന്റെ അല്ലെങ്കിൽ ഗോൾഡിന്റെ കൊളോയിഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഏതിന്റെയാണോ കൊളോയിഡ് ഉണ്ടാക്കേണ്ടത് ആ ഇലക്ട്രോഡ് ഈ സൊല്യൂഷനിലോട്ട് ഇറക്കി വയ്ക്കുക. ഒരു വലിയ കണ്ടെയ്നർ എടുക്കുക. ആ കണ്ടെയ്നർ ഉൾവശത്ത് ഏത് നിറച്ചിരിക്കുക? ഐസ് ക്യൂബുകൾ നിറച്ചിരിക്കുക. ഇതിനുള്ളിലേക്ക് ഏതിന്റെയാണോ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് ആ സൊല്യൂഷൻ എടുക്കുക. ഏതിന്റെയാണോ കൊളോയിഡ് ഉണ്ടാക്കേണ്ടത് ആ ഡിസ്പേർഷൻ മീഡിയം എടുക്കുക. അതിനുള്ളിലേക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇറക്കി വയ്ക്കുക. അപ്പോൾ പ്ലാറ്റിനത്തിന് കൊളോയിഡ് ഉണ്ടാക്കണമെങ്കിൽ പ്ലാറ്റിനത്തിന് ഇലക്ട്രോഡ് ഇറക്കി വയ്ക്കുക. ഒന്നിലേക്ക് ഹൈ വോൾട്ടേജ് നെഗറ്റീവ് ബാറ്ററിലേക്ക്, മറ്റേത് ഹൈ വോൾട്ടേജ് പോസിറ്റീവ് ബാറ്ററിലേക്ക് കണക്ട് ചെയ്യുക. കറണ്ട് കൊടുക്കുക. ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 10,000 മുകളിലുള്ള വോൾട്ടേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഭയങ്കരമായ വോൾട്ടേജാണ് കൊടുക്കുന്നത്. നമ്മൾ ഇലക്ട്രിക് ഷോക്കൊക്കെ അടിക്കുമ്പോൾ ആവിയായി പോകണമെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ഈ ഷോക്ക് അടിക്കുന്ന സമയത്ത് ഈ സോളിഡ് സാധനം ഡയറക്റ്റ് എന്തായി പോകും? കത്തിക്കരിഞ്ഞ് വേപ്പറൈസ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിക്കും. ഇത് ഇല്ലാതായി, ഇതിന്റെ മുണ്ടൊക്കെ ഇല്ലാതായി ആ ഷോക്ക് കാരണം, അതിന്റെ സ്ട്രെങ്ത് കാരണം, അതിന്റെ എനർജി, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കാരണം ഇവിടെ നിന്ന് ഈ മെറ്റൽ റോഡ് ഉരുകി വേപ്പർ ഫേസിലോട്ട് മാറി വേപ്പറായി പോകാൻ ശ്രമിക്കും. പക്ഷെ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിന് ഇവിടെ ഉള്ള സാധനം എന്ന് പറയുന്നത് ഭയങ്കര തണുത്തൊരു ലിക്വിഡ് ആയിരിക്കും. എന്താ കാര്യം? ഇതിനുള്ളിൽ എടുത്തിരിക്കുന്നത് എന്താണ്? ലോഡ് കണക്കിന് ഐസാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഐസ് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഫുള്ള് തണുപ്പായിരിക്കും. അപ്പൊ ഈ മെറ്റൽ റോഡ് ഒരു കാരണവശാലും എന്ത് ചെയ്ത് പോകത്തില്ല? വേപ്പറൈസ് ചെയ്ത് പോകത്തില്ല. ആ മെറ്റൽ റോഡ് ഇവിടെ നിന്ന് ഇളകുന്ന മെറ്റൽ റോഡ് ഡയറക്റ്റ് വേപ്പറായി പോകുന്നതിനോട് ഇതിലോട്ട് ഒന്നും ചെയ്യും.
ഈ വീഴുന്ന പാർട്ടിക്കിളുകൾക്ക് ഏത് സൈസ് ആയിരിക്കും? കൊളോയിഡൽ സൈസ് ആയിരിക്കും. ഒന്നും കൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഇപ്പൊ പ്ലാറ്റിനത്തിന്റെ കൊളോയിഡ് ഉണ്ടാക്കണമെങ്കിൽ പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ എടുക്കുക, 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ എടുക്കുക, ഒന്നിനെ ബാറ്ററിയുടെ നെഗറ്റീവ് അടുത്തതിനെ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, ഇതിനുള്ളിലേക്ക് ഐസ് ക്യൂബുകൾ നിറയ്ക്കുക, അതിനുള്ളിൽ ഒരു സൊല്യൂഷൻ എടുക്കുക. ഈ ലിക്വിഡിന്റെ പ്രത്യേകത എന്താണ്? ഇതായിരിക്കണം നമ്മുടെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ മീഡിയം ഏതായിട്ടാണോ വേണ്ടത് അത് വേണം അതിനുള്ളിൽ എടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ഇലക്ട്രോഡുകൾ ഇറക്കി വെക്കുക. പ്ലാറ്റിനമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ പ്ലാറ്റിനത്തിന് ഇലക്ട്രോഡുകൾ ഇറക്കി വെക്കുക, അതിലേക്ക് എന്ത് കൊടുക്കുക? ഇലക്ട്രിസിറ്റി കൊടുക്കുക. ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റിയാണ് കൊടുക്കുന്നത്, 10,000 മുകളിലുള്ള കറണ്ടാണ് കൊടുക്കുന്നത്. കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും? ഈ സോളിഡ് സാധനം എന്ത് ചെയ്ത് നശിച്ച് വേപ്പറായി വെളിയിലോട്ട് പോകാൻ ശ്രമിക്കും. പക്ഷെ പുറത്തു പോകാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇതിന് അകത്തുള്ള നല്ല തണുത്ത ലിക്വിഡാണ്. അപ്പൊ ഈ ഉണ്ടാവുന്ന ഗ്യാസിനെ പെട്ടെന്ന് തന്നെ കണ്ടൻസ് ചെയ്ത് ആ പൗഡേർഡ് ഫോമിലോട്ടായി മാറുകയും അത് ഇവിടെ തന്നെ വീഴുകയും ചെയ്യും. ഇവിടെ നിലവിൽ പോകുന്ന സാധനം പൗഡേർഡ് ഫോം ആയിട്ട് ഇതിലോട്ട് തന്നെ വീഴും. ഈ വീണ പൗഡേർഡ് ഫോമിന്റെ സൈസ് അല്ലെങ്കിൽ പ്ലാറ്റിനത്തിന്റെ സൈസ് എന്ന് പറയുന്നത് ഏത് സൈസിലായിരിക്കും? കൊളോയിഡൽ സൈസിലായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു സൊല്യൂഷൻ കിട്ടൂലേ? ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതിന്റെ കൊളോയിഡ് ആയിരിക്കും? ഇവിടെ പ്ലാറ്റിനത്തിന്റെ കൊളോയിഡ് ആയിരിക്കും. ഇനിയിപ്പോ സിൽവർ ആണ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ് വയ്ക്കുന്നതിന് ഏത് വയ്ക്കുക? സിൽവർ വയ്ക്കുക. ഗോൾഡ് ആണ് ഉണ്ടാക്കണമെങ്കിൽ ഗോൾഡിന്റെ ഇലക്ട്രോഡുകൾ വയ്ക്കുക. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഏതെന്ന് പറയുന്നത് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി കൊളോയിഡ് ഉണ്ടാക്കാനായിട്ട് ഒരു മെത്തേഡും കൂടെ ഉണ്ട്, പെപ്റ്റൈസേഷൻ. കൊളോയിഡ് ഉണ്ടാക്കാനുള്ള അടുത്ത മെത്തേഡാണ് എന്ന് പറയുന്നത് പെപ്റ്റൈസേഷൻ. എന്താണ് പെപ്റ്റൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റുകളെ കൊളോയിഡ് ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പെപ്റ്റൈസേഷൻ. ഞാൻ പറഞ്ഞായിരുന്നു 10 ക്യൂബ് നാനോമീറ്ററിനേക്കാൾ സൈസ് വലുതായിട്ടുള്ള പാർട്ടിക്കിളുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ പറ്റും, വലിയ വലിയ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസിലേക്ക് ഏതെങ്കിലും കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ രൂപമാറ്റം വന്ന് ഏത് സൈസിലോട്ട് മാറും? കൊളോയിഡൽ സൈസിലോട്ട് മാറും. നമ്മൾ ആഡ് ചെയ്യുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈസിങ് ഏജന്റ്. പെപ്റ്റൈസേഷനെ സഹായിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ന് പെപ്റ്റൈസിങ് ഏജന്റ്. ഓർക്കുക, പെപ്റ്റൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കുന്ന, പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്ന വലിയ വലിയ സൈസുള്ള കണികകളെ ഏതെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്ത് അതിന്റെ സൈസ് ചെറുതാക്കുക. ഒരു വലിയ ബോൾ ഇരിക്കുകയാണ്, അതിലോട്ട് കുറച്ച് കെമിക്കൽ പാസ് ചെയ്യുമ്പോൾ ആ ബോൾ മുറിഞ്ഞ് ചെറിയ 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 കുറെ ബോളിന്റെ കഷ്ണങ്ങളായി മാറുന്നു എന്ന് വിചാരിക്കുക. അതേപോലെ ഒരു വലിയ പ്രസിപ്പിറ്റേറ്റ് ഇരിപ്പുണ്ട്, അതിലേക്ക് പെപ്റ്റൈസിങ് ഏജന്റ് ആഡ് ചെയ്യുന്നു. പെപ്റ്റൈസിങ് ഏജന്റ് എന്ന് പറയുന്ന കെമിക്കൽസ് ആയിരിക്കും അല്ലെ. കെമിക്കൽസ് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രസിപ്പിറ്റേറ്റിന്റെ വലിയ സൈസുള്ള പ്രസിപ്പിറ്റേറ്റ് പൊടിഞ്ഞ് 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 ഏത് സൈസിലോട്ട് മാറും? കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ദിസ് പ്രോസസ് ഈസ് കാൾഡ് പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് പെപ്റ്റൈസിങ് ഏജന്റ്. അപ്പൊ കൊളോയിഡുകളെ ഉണ്ടാക്കുന്നതിന് നമ്മൾ 3 മെത്തേഡുകൾ പഠിച്ചു. ഏതൊക്കെയാണ് കൊളോയിഡുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന 3 മെത്തേഡുകൾ? ഏതൊക്കെയാണ്? കെമിക്കൽ മെത്തേഡ്, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ആൻഡ് പെപ്റ്റൈസേഷൻ. വാട്ട് ഈസ് പെപ്റ്റൈസേഷൻ? പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് പെപ്റ്റൈസിങ് ഏജന്റ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്. അതായത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഈ 3 മെത്തേഡുകളിൽ ഉണ്ടാക്കിയ കൊളോയിഡുകളെ നമുക്ക് എങ്ങനെ പ്യൂരിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് 3 മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഡയാലിസിസ് കേട്ടിട്ടുണ്ടല്ലോ, ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ. ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ. ഈ 3 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അൾട്രാ ഫിൽട്രേഷൻ. അപ്പോൾ കൊളോയിഡുകളെ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് വഴിയോ കെമിക്കൽ മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ പെപ്റ്റൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴിയോ ഉണ്ടാക്കിയ കൊളോയിഡുകളെ പ്യൂരിഫൈ ചെയ്യുന്ന 3 പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത്. പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. കൊളോയിഡിലെ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ് എന്ന്. കൊളോയിഡിലെ ഇമ്പ്യൂരിറ്റീസ് കാണും, ആ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റി കൊളോയിഡിനെ ശുദ്ധമാക്കുന്ന, ശുദ്ധമായ കൊളോയിഡ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ഒരു കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ 3 മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയാലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ആരെങ്കിലുമൊക്കെ പാമ്പ് കടിക്കുകയോ ഒറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യും. വിഷം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഈസ് എ ഫോം ഓഫ് കൊളോയിഡ്. ബ്ലഡ് എന്ന് പറയുന്ന ഏത് രൂപമാണ്? കൊളോയിഡിന്റെ രൂപമാണ്.
അല്ലെ? ഈ ബ്ലഡിലുള്ള വിഷത്തിനെ മാറ്റണം, എന്നിട്ട് ബ്ലഡിനെ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം. ബ്ലഡ് എന്ന് പറയുന്ന കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ് എന്ന് പറയുന്ന ഡയാലിസിസ്. ഒരു കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കും, എന്നിട്ട് ഒരു ഉപകരണത്തിലേക്ക് കയറ്റി വിടും. ആ ബ്ലഡ് ശുദ്ധീകരിച്ച് അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് വിഷത്തിനെ മാറ്റി ശുദ്ധമായിട്ടുള്ള രക്തം വേറൊരു വഴി അടുത്ത കയ്യിലൂടെ കയറ്റി വിടും. ഒരു കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്ത് ഡയലൈസർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ അകത്തോട്ട് കയറ്റി ആ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അവിടെ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഡയാലിസിസ്. ഡയാലിസിസ് ചെയ്ത് ബാക്കിയുള്ള ബ്ലഡിനെ, അതായത് പ്യൂരിഫൈ ആയ ബ്ലഡിനെ നമ്മുടെ അടുത്ത കയ്യിലൂടെ കയറ്റും. ഇതാണ് എന്ന് പറയുന്നത് ഡയാലിസിസ്. കണ്ടിന്യൂസ് ആയി ഡയാലിസിസ് ചെയ്യാൻ പാടില്ല. ഡയാലിസിസ് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് അടുത്ത ഡയാലിസിസ് ചെയ്യും. കണ്ടിന്യൂസ് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടായി പോകും. ബ്ലഡ് ക്ലോട്ടായി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകും. പറഞ്ഞ് മനസ്സിലായോ? കണ്ടിന്യൂസ് ഡയാലിസിസ് will clot the blood. Continuous dialysis of blood will lead to the death of the person. അതാണ് ഒരു ഡയാലിസിസ് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം കഴിഞ്ഞിട്ട് അടുത്ത ഡയാലിസിസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്ത് ഒരു പെട്ടിയുടെ ഉള്ളിലോട്ട് കയറ്റി വിട്ടിട്ട് ആ പെട്ടിയുടെ അകത്ത് കയറിയിട്ട് വെളിയിറങ്ങുന്ന ബ്ലഡ് ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊളോയിഡിനെ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി പ്യൂരിഫൈ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ കണ്ടെയ്നർ വേണം. ഈ കണ്ടെയ്നറിന്റെ ഈ വശത്ത് നിന്ന് വെള്ളം എപ്പോഴും, വാട്ടർ എപ്പോഴും കടത്തിവിട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു വലിയ കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിന്റെ ഒരു സൈഡിൽ ഒരു ഓപ്പണിംഗ് കാണും, അതുവഴി എപ്പോഴും വാട്ടർ കടത്തിവിട്ടുകൊണ്ടിരിക്കും. അപ്പുറ സൈഡിൽ ഒരു ഓപ്പണിംഗ് കാണും, അത് വാട്ടർ വെളിയിലേക്ക് പോകാനുള്ള ഓപ്പണിംഗ് ആണ്. ഓക്കെ, ഇതിനുള്ളില് ഒരു സാക്ക് ആണ്. ഈ സാക്ക് അല്ലെങ്കിൽ സഞ്ചിയുടെ പ്രത്യേകത, സാക്ക് അഥവാ സഞ്ചിയുടെ പ്രത്യേകത, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ കൊണ്ടായിരിക്കും. എന്താണ് സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് ബയോളജി പഠിച്ചവരൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു തരം പാർട്ടിക്കിളുകളെ മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് സെമി പെർമിയബിൾ മെമ്പറൈൻ. മുട്ടത്തോട്, അതുപോലെ തന്നെ അനിമൽ മെമ്പറൈൻ, അനിമലിന്റെ തൊലി, മുട്ടത്തോട്, സെല്ലോഫെയിൻ ഷീറ്റ്, റബ്ബറിന്റെ നേർപ്പിച്ച ഷീറ്റ്, ഇതെല്ലാം സെമി പെർമിയബിൾ മെമ്പറൈൻ എക്സാമ്പിളുകളാണ്. എന്താണ് സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ചെറിയ ഹോളുകളുണ്ട്. ആ ഹോളുകൾ വഴി സോൾവെന്റ് മോളിക്യൂളുകൾ മാത്രമേ കടന്നു പോകത്തുള്ളൂ. സോൾവെന്റ് മോളിക്യൂളുകൾ ഒരു ദിശയിൽ മാത്രമേ കടന്നു പോകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ല? ശ്രദ്ധിക്കുക. നമ്മൾ ഒരു വലിയ കണ്ടെയ്നർ എടുക്കും. ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഏതെടുക്കും? ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ കൊണ്ടുണ്ടാക്കിയ ഒരു സാക്ക് എടുക്കും. അതായത് മുട്ടത്തോട് കൊണ്ടോ അല്ലെങ്കിൽ സെല്ലോഫെയിൻ ഷീറ്റ് കൊണ്ടോ കൃത്രിമമായി ഉണ്ടാക്കി ഏതെങ്കിലും ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ആണെങ്കിലും മതി. സെമി പെർമിയബിൾ മെമ്പറൈൻ്റെ പ്രത്യേകത, അതിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിൽ കൂടി സോൾവെന്റ് മോളിക്യൂളുകൾ, അതിന്റെ വലിപ്പത്തിലുള്ള പാർട്ടിക്കിളുകൾ മാത്രമേ കടന്നു പോകത്തുള്ളൂ. അപ്പോൾ നമ്മളിത് എന്തിനാ ചെയ്യുന്നത്? ഈ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തിനാ ചെയ്യുന്നത്? കൊളോയിഡിനെ പ്യൂരിഫൈ അല്ലേ? അപ്പോൾ കൊളോയിഡ് പ്യുവർ അല്ലാത്ത കൊളോയിഡ് ആയിരിക്കും നമ്മളതിൽ ഉള്ളത്. ആ പ്യുവർ അല്ലാത്ത കൊളോയിഡ്, പ്യൂരിഫൈ ചെയ്യുന്ന കൊളോയിഡ് ഇതിനുള്ളിലേക്ക് എടുക്കുക. പ്യൂരിഫൈ ചെയ്യുന്ന കൊളോയിഡ് ഈ സഞ്ചിയുടെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള സ്ട്രെങ്ത് വാട്ടർ ഫ്ലോ ചെയ്യുക. വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ വാട്ടർ ഇതിനുള്ളിലോട്ട് കയറി ഇതിനകത്തെ ഇമ്പ്യൂരിറ്റീസിനെ കൊണ്ട് വാട്ടർ ഇതുവഴി വെളിയിലിറങ്ങും. വാട്ടർ ഇതിനുള്ളിലോട്ട് കയറി ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ, അഴുക്ക സാധനങ്ങളുണ്ട്, അതിനെയും കൊണ്ട് വാട്ടർ ഇതിനെ വെളിയിലോട്ട് ഇറങ്ങി വാട്ടർ ഇതിലേക്ക് പോകും. ബാക്കി ഇതിനുള്ളിൽ ആര് മാത്രമേ കാണൂ? ഇമ്പ്യൂരിറ്റീസ് കാണത്തില്ല. ഏത് മാത്രമേ കാണത്തുള്ളൂ? നമ്മുടെ കൊളോയിഡ്, ശുദ്ധമായ കൊളോയിഡ് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ നേരത്തെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ബ്ലഡ് നമ്മൾ ഇതിനകത്തോട്ട് എടുക്കും, വാട്ടർ കയറ്റി വിടും, അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ വാട്ടർ എടുത്തുകൊണ്ട് വെളിയിലിറങ്ങും. ഇപ്പോൾ പുതിയ ടെക്നിക്കുകളൊക്കെ അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അവിടെ ചെയ്യുന്ന ഡയാലിസിസ് അല്ല, അവിടെ ചെയ്യുന്നത് ഇലക്ട്രോ ഡയാലിസിസ് എന്നുള്ള പ്രോസസ്സാണ്. അതെന്താണെന്നുള്ള അടുത്ത പടി. അപ്പോൾ എന്താണ് ഡയാലിസിസ് എന്ന് മനസ്സിലായല്ലോ. ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിൽ നമുക്ക് ഇമ്പ്യൂർ ആയിട്ടുള്ള കൊളോയിഡ് എടുക്കും, എന്നിട്ട് അതിൻ്റെ ഒരു വശത്ത് നിന്ന് വെള്ളം പമ്പ് ചെയ്യും. ആ വെള്ളം ഇതിനുള്ളിൽ കയറി അതിനെ അഴുക്ക പാർട്ടിക്കിളുകൾ കൊണ്ട് വെളിയിലിറങ്ങും. ആ വെള്ളമുള്ള പാർട്ടിക്കിൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോകും. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഡയാലിസിസ്. ഈ ഡയാലിസിസ് നടക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, 7-8 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡയാലിസിസ് പെട്ടെന്ന് നടത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന രീതിയൊക്കെ സെയിം തന്നെയാണ്, നേരത്തെ പോലെ തന്നെയാണ്. ഒരു വലിയ കണ്ടെയ്നർ എടുക്കും. കണ്ടെയ്നറിന്റെ ഒരു വശത്ത് നിന്ന് വാട്ടർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഒരു സഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സഞ്ചിയുടെ പ്രത്യേകത എന്താണ്? സഞ്ചി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെമി പെർമിയബിൾ മെമ്പറൈൻ കൊണ്ടാണ്. സെമി പെർമിയബിൾ മെമ്പറൈന്റെ പ്രത്യേകത എന്താണ്? അത് ഒരു തരത്തിലുള്ള, ഒരു സൈസിലുള്ള കണികകൾ, ഒരു തരം കണികകളെ മാത്രമേ അതിനുള്ളിൽ നിന്ന് വെളിയിലേക്ക്
കടത്തി വിടത്തുള്ളൂ. അതായത് വാട്ടർ മോളിക്യൂളും അതിനോടൊപ്പം ഇമ്പ്യൂരിറ്റീസ് മാത്രമേ വെളിയിൽ പോകത്തുള്ളൂ. കൊളോയിഡിലെ പാർട്ടിക്കിൾ അതിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വാട്ടർ കടത്തി വിടും, ഇതിനകത്ത് കൊളോയിഡ് എടുക്കും, നേരത്തെ പോലെ ഇതിനകത്ത് കൊളോയിഡ് എടുക്കും. കൊളോയിഡ് എടുത്തിട്ട് കൊളോയിഡിലുള്ള പാർട്ടിക്കിൾ ഇമ്പ്യൂരിറ്റീസ് മാലിന്യങ്ങൾ ചാർജ് ഉള്ളവയാണെങ്കിൽ മാത്രമേ ഇലക്ട്രോ ഡയാലിസിസ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ്. അപ്പൊ നമ്മൾ ഡയാലിസിസിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ ഈ രണ്ട് സ്ഥലത്ത് രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ വെച്ചു. ഒരു മെറ്റൽ പ്ലേറ്റിന്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യും. അതായത് ഈ മെറ്റൽ പ്ലേറ്റിന് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അടുത്ത മെറ്റൽ പ്ലേറ്റിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇതിനെന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇലക്ട്രിസിറ്റി ഓൺ ചെയ്യും. അപ്പൊ അതായത് ഈ മെറ്റൽ പ്ലേറ്റിന് എപ്പോഴും പോസിറ്റീവ് ചാർജ്, ഈ മെറ്റൽ പ്ലേറ്റിന് എപ്പോഴും എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ, ഈ ഇമ്പ്യൂരിറ്റീസിൽ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് ഈ നെഗറ്റീവിലോട്ട് പെട്ടെന്ന് ഇറങ്ങിയും, കാരണം ഓപ്പോസിറ്റ് ചാർജാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. ഇനി ഈ ഇമ്പ്യൂരിറ്റീസിൽ നെഗറ്റീവ് ചാർജുള്ള കണികൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആരുമായിട്ട് അങ്ങ് അട്രാക്ട് ചെയ്യും? പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിലോട്ട് അങ്ങ് അട്രാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായ? എന്താ പറഞ്ഞേ? ഡയാലിസിസ് നടക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഡയാലിസിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്ന പുതിയ മെത്തഡാണ് എന്ന് പറയുന്നത് ഇലക്ട്രോ ഡയാലിസിസ്. എന്താണ് ഇലക്ട്രോ ഡയാലിസിസ്? ഡയാലിസിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കാൾഡ് ഇലക്ട്രോ ഡയാലിസിസ്. എന്താ ഇലക്ട്രോ ഡയാലിസിസ് ചെയ്യുന്നത്? വലിയൊരു കണ്ടെയ്നറിനുള്ളിലേക്ക് ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചി എടുത്തതിന് ശേഷം അതിലേക്ക് പ്യൂരിഫൈ ചെയ്യാനുള്ള ലിക്വിഡ് എടുക്കും. ആ ലിക്വിഡ് എടുത്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം പമ്പ് ചെയ്യും. ആ വെള്ളം പമ്പ് ചെയ്യും. അത് മാത്രമല്ല, ഈ സഞ്ചിയുടെ രണ്ട് വശത്തുമായിട്ട് രണ്ട് മെറ്റൽ പ്ലേറ്റ് വയ്ക്കും. ആദ്യത്തെ മെറ്റൽ പ്ലേറ്റിന്റെ ചാർജ് പോസിറ്റീവ്, രണ്ടാമത്തെ മെറ്റൽ പ്ലേറ്റിന്റെ ചാർജ് എന്തുമായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ പ്ലേറ്റിലേക്ക് ഇവിടെ നിന്ന് നെഗറ്റീവ് ചാർജുള്ള കണികൾ അട്രാക്ട് ചെയ്യപ്പെടും. പോസിറ്റീവ് ചാർജുള്ള മാലിന്യങ്ങൾ നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യും, പെട്ടെന്ന് ഇറങ്ങിയും പോകും. അപ്പൊ രണ്ട് സ്ഥലത്തു നിന്നും ഇവിടെ നിന്നും വെളിയിലേക്ക് ഇമ്പ്യൂരിറ്റീസ് പോയി കിട്ടിയില്ലേ? അപ്പൊ ഇതിനകത്ത് ആര് മാത്രം അവശേഷിക്കും? ശുദ്ധമായ കൊളോയിഡ് മാത്രം അവശേഷിക്കും. ഇങ്ങനെ ഡയാലിസിസ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. വാട്ടർ തന്നെയാണ് ഇതുവഴി ഫ്ലോ ചെയ്യുന്നത്. വാട്ടർ ഫ്ലോ ചെയ്ത് ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ കൊണ്ട് വെളിയിറക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ചാർജുള്ള പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഇമ്പ്യൂരിറ്റീസിനെ ഈ ഇലക്ട്രോഡ് വെച്ച് ഈ സാക്കിന്റെ അകത്തുനിന്ന് വെളിയിലോട്ട് വലിച്ചങ്ങിടും. അതിന്റെ ഫലമായിട്ട് ഇതിനുള്ളിൽ കൊളോയിഡ് മാത്രം അവശേഷിക്കും. സഞ്ചിയുടെ ഉള്ളിൽ കൊളോയിഡ് മാത്രം അവശേഷിക്കും. ഇങ്ങനെ കൊളോയിഡുകളെ പ്യൂരിഫൈ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തിലാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ ഡയാലിസിസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഡയാലിസിസും മനസ്സിലായി, ഇലക്ട്രോ ഡയാലിസിസും മനസ്സിലായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരേ ഒരു മെത്തഡാണ് എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷൻ എന്ന് വെച്ചാൽ സാധാരണ ഫിൽട്ടർ പേപ്പർ നമുക്കറിയാം ചെളിവെള്ളമൊക്കെയാണ്. ചെളിവെള്ളം അല്ലെങ്കിൽ ചായന്ന് തേയില കൊത്ത് അരിച്ച് മാറ്റാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? അരിപ്പ എടുത്ത് വെച്ചിട്ട് ചായ അതിൻ്റെ മണ്ടേ കൂടെ ഒഴിക്കും, മുകളിൽ കൂടെ ഒഴിക്കുമ്പോൾ എന്ത് പറ്റും? ചായയുടെ കൊത്ത് മുകളിൽ നിൽക്കും, ചായ താഴെ. അല്ലേ? എന്തുകൊണ്ടാണ് ചായ കൊത്ത് മുകളിൽ നിൽക്കുന്നത്? അതിന് ആ ചെറിയ ഓട്ടകൾ വഴി താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. വലിയ സൈസുള്ള തേയില കൊത്തായതുകൊണ്ടാണ് അതിൻ്റെ മണ്ടയിൽ നിൽക്കുന്നത്. അല്ലേ? ചായ പാർട്ടിക്കിൾസ് താഴെ പോകാൻ കാര്യം എന്താ? അതിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ കൂടെ കടന്നു പോകാൻ പറ്റും. അതിന്റെ സൈസ് ചെറുതാണ്. അല്ലേ? അപ്പൊ സൈസിനെ ബേസ് ചെയ്താണ് നമ്മൾ എപ്പോഴും ഫിൽട്ടർ ചെയ്യുന്നത്, അരിക്കുന്നത്. സൈസ് എല്ലാ സ്ഥലത്തും നിങ്ങൾ അരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഫിൽട്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിക്കിളുടെ സൈസിനെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പൊ നിങ്ങളോട് പറയുന്നത് കഞ്ഞിവെള്ളം, നേർപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നിന്ന്, നേർപ്പിച്ച കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ അതിൽ അരിയൊന്നുമില്ല, കഞ്ഞിവെള്ളം, നല്ല ഓഫ് വൈറ്റ് നിറമുള്ള കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിൽ നിങ്ങൾക്ക് സ്റ്റാർച്ചിനെയും വെള്ളത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ചായ അരിക്കുന്ന അരിപ്പ് വരെയാണ്. നിങ്ങൾ അതിന്റെ മുകളിൽ കൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു നോക്കുക, കഞ്ഞിവെള്ളം അതേപോലെ താഴേക്ക് വരും. എന്താ കാര്യം? ഇതിലെ അരിപ്പയുടെ ഓട്ട വലുതാണ്. അപ്പൊ കഞ്ഞിവെള്ളത്തിലെ കഞ്ഞിവെള്ള പാർട്ടിക്കിൾ വളരെ ചെറുതാണ്, കൊളോയിഡിലെ പാർട്ടിക്കിൾ വളരെ ചെറുതാണ്. ആ അരിപ്പയുടെ മുകളിൽ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി വരും. കാരണം അവിടുത്തെ ഓട്ട എന്ന് പറയുന്നത് എന്താണ്? വലിയ ഓട്ടയാണ്, പെട്ടെന്ന് ഇറങ്ങി താഴെ വരും. അല്ലേ? അപ്പൊ സാധാരണ ഒരു ഫിൽട്ടർ പേപ്പർ വെച്ചോ അരിപ്പ വെച്ചോ ഒന്നും കഞ്ഞിവെള്ളത്തിൽ നിന്ന് സ്റ്റാർച്ചിനെയും കഞ്ഞിയെയും അല്ലെങ്കിൽ അന്നജത്തിനെയും വെള്ളത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിസ്പേഴ്സ്ഡ് ഫേസിനെയും ഡിസ്പേർഷൻ മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, കൊളോയിഡുകളെ പ്യൂരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ കൊളോയിഡുകളെ കമ്പോണന്റുകളെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അരിപ്പ ഉണ്ടല്ലോ, അരിപ്പ പിടിക്കുന്ന അരിപ്പയില്ലേ, ആ അരിപ്പയിലെ ആ ഓട്ട അല്ലെങ്കിൽ ഹോൾ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അരിപ്പയിലെ ഹോൾ ചെറുതായാൽ ഈ ചെറിയ കണികൾ അതിന്റെ മണ്ടയിൽ നിൽക്കും. അല്ലെ? അതായത് ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഫിൽട്ടർ പേപ്പർ എന്ന് വിചാരിക്കുക. ഫിൽട്ടർ പേപ്പർ നമ്മൾ ലാബിൽ അരിപ്പയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പേപ്പറാണ് എന്ന് പറഞ്ഞ ഫിൽട്ടർ പേപ്പർ. ഫിൽട്ടർ പേപ്പറിന്റെ പ്രത്യേകത അതിൽ വളരെ ചെറിയ എന്തുണ്ട്? ഹോളുകളുണ്ട്, ചെറിയ 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 ഹോളുകളുണ്ട്.
പക്ഷെ സാധാരണ ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കൊളോയിഡിലെ മാലിന്യങ്ങളെ വേർതിരിക്കാനോ കൊളോയിഡിലെ കമ്പോണന്റുകളെ അല്ലെങ്കിൽ ഭാഗങ്ങളെ ഒന്നും വേർതിരിക്കാനോ പറ്റില്ല. കാരണം കൊളോയിഡിലെ ചെറിയ ചെറിയ കണികളാണ്. അത് ഈ വഴി താഴെ ഇറങ്ങി, ഇത് വഴി താഴെ ഇറങ്ങി, ഈസി ആയിട്ട് ഇറങ്ങിപ്പോ. പക്ഷേ ഈ ഫിൽട്ടർ പേപ്പറിനെ ഞാൻ ആൽഡിഹൈഡ് എന്ന് പറയുന്ന സൊല്യൂഷനിൽ മുക്കുന്നു എന്ന് വെച്ചു. ആൽഡിഹൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, CHO എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകൾ വിളിക്കുന്ന പേരാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡിന്റെ സൊല്യൂഷനിലോട്ട് മുക്കി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഈ ഓട്ടയിൽ പകുതിയായിട്ട് കയറിയിരിക്കും. ഈ ഓട്ടകളിലെല്ലാം ആൽഡിഹൈഡിന്റെ സൊല്യൂഷൻ കയറി അടയും. ആൽഡിഹൈഡിന്റെ സൊല്യൂഷൻ കയറി സാധാരണ ഫിൽട്ടർ പേപ്പർ വഴി കൊളോയിഡിനെ വൃത്തിയാക്കാൻ പറ്റില്ല, കൊളോയിഡിലെ പാർട്ടിക്കുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫിൽട്ടർ പേപ്പറിനെ ഞാൻ എവിടെ മുക്കി? ആൽഡിഹൈഡിൽ മുക്കി. ആൽഡിഹൈഡിൽ മുക്കിയപ്പോൾ ആൽഡിഹൈഡിന്റെ സൊല്യൂഷൻ ഇതിന്റെ എല്ലാ ഓട്ടയുടെ സൈഡിലും പറ്റിയിരുന്നു. അതിന്റെ ഫലമായിട്ട് ആ ഫിൽട്ടർ പേപ്പറിലുള്ള ആ ഓട്ടകളുടെ വലിപ്പം അല്ലെങ്കിൽ ഹോളുകളുടെ പോറുകളുടെ വലിപ്പം എന്ത് ചെയ്തത്? സൈസ് എന്ത് ചെയ്തത്? കുറഞ്ഞു. സൈസ് കുറഞ്ഞു. ഇനി ഇതിലോട്ട് നിങ്ങൾ കൊളോയിഡ് ഒഴിച്ച് നോക്കിയാൽ കൊളോയിഡ് ഇതിനകത്ത് ഇന്ന് നിൽക്കും, താഴോട്ട് പോകില്ല. എന്താ കാര്യം? ഈ ഓട്ടയുടെ വലിപ്പം എന്ത് ചെയ്ത്? കുറഞ്ഞു. അതിന്റെ ഉള്ളിൽ കൂടെ താഴോട്ട് ഇറങ്ങിപ്പോലുള്ള കഴിവ് ആർക്കില്ല? കൊളോയിഡിനില്ല. ഇങ്ങനെ സാധാരണ ഫിൽട്ടർ പേപ്പർ വഴി ഫിൽട്ടർ ചെയ്യാൻ കൊളോയിഡിനെ പറ്റത്തില്ല. അരിക്കാൻ കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റില്ല. കൊളോയിഡിലെ മാലിന്യങ്ങളെ വേർതിരിക്കാൻ പറ്റില്ല. കൊളോയിഡിലെ മാലിന്യങ്ങളെ കൊളോയിഡിലെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ 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 കണികളാണ്. ആ ചെറിയ കണികളെ വേർതിരിക്കണമെങ്കിൽ സാധാരണ ഫിൽട്ടർ പേപ്പറിന്റെ ഓട്ടയുടെ വലിപ്പം കുറയ്ക്കണം, അല്ലെങ്കിൽ ആ പോറിന്റെ വലിപ്പം കുറയ്ക്കണം. അതിനുവേണ്ടി സാധാരണ ഫിൽട്ടർ പേപ്പർ എവിടെ മുക്കിയിട്ട് നമ്മൾ ആൽഡിഹൈഡ് സൊല്യൂഷനിൽ മുക്കി ഉണക്കിയെടുത്തു. ഇങ്ങനെ കിട്ടിയ പുതിയ ഫിൽട്ടർ പേപ്പറിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ ഫിൽട്ടർ പേപ്പർ. എന്താണ്? അൾട്രാ ഫിൽട്ടർ പേപ്പർ. സാധാരണ ഫിൽട്ടർ പേപ്പറിലെ ഓട്ടയുടെ വലിപ്പം വലുതായതുകൊണ്ട് അതുവഴി നമുക്ക് ഏതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല? കൊളോയിഡിലുള്ള വളരെ ചെറിയ ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫിൽട്ടർ പേപ്പറിന്റെ ഓട്ടയുടെ വലിപ്പം കുറയ്ക്കാനായി അതിനെ ആൽഡിഹൈഡിലോട്ട് മുക്കിയെടുത്തപ്പോൾ അതിന്റെ ഓട്ടയിലെല്ലാം ഏത് പറ്റിയിരുന്നു? ആൽഡിഹൈഡ് പറ്റിയിരുന്നു. അതിനെ ഉണക്കിയെടുത്തു. അപ്പൊ അതിന്റെ പോറുകളുടെ വലിപ്പം എന്ത് ചെയ്തവരെ കുറഞ്ഞു. പോറിന്റെ വലിപ്പം കുറയുന്ന സമയത്ത് ഇതിലെ മാലിന്യങ്ങൾ ഇതിന്റെ അരിപ്പയുടെ മുകളിൽ തന്നെ ചായക്കൊത്ത് അരിക്കുമ്പോൾ അരിപ്പയുടെ മുകളിൽ എങ്ങനെയാണോ ചായക്കൊത്ത് നിൽക്കുന്നത് അതേപോലെ കൊളോയിഡ് ഇമ്പ്യൂരിറ്റി കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഇമ്പ്യൂരിറ്റി അരിപ്പയുടെ മുകളിൽ നിൽക്കും, കൊളോയിഡ് അങ്ങ് താഴെ പോകും. പറഞ്ഞ മനസ്സിലായോ? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ ഫിൽട്രേഷൻ. സാധാരണ ഫിൽട്ടർ പേപ്പറിനെ ആൽഡിഹൈഡ് സൊല്യൂഷനിൽ മുക്കി ഉണ്ടാക്കുന്ന ഫിൽട്ടർ പേപ്പറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അൾട്രാ ഫിൽറ്റർ പേപ്പർ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊളോയിഡിന്റെ പ്രിപ്പറേഷനും അതേപോലെ തന്നെ കൊളോയിഡിന്റെ പ്രിപ്പറേഷൻ, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, വെപ്റ്റൈസേഷൻ. വെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ പാർട്ടിക്കിളുകളെ പൊട്ടിച്ച് കൊളോയിഡ് സൈസിലാക്കി മാറ്റുന്നതാണ് വെപ്റ്റൈസേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, പ്ലാറ്റിനം, സിൽവർ, ഗോൾഡ് തുടങ്ങിയവയുടെ കൊളോയിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. അത് കഴിഞ്ഞ് നമ്മൾ കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന 3 മെത്തേഡുകൾ പഠിച്ചു. ഏതൊക്കെയാണ് കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന 3 മെത്തേഡുകൾ? അൾട്രാ ഫിൽട്രേഷൻ, ഡയാലിസിസ് ആൻഡ് ഇലക്ട്രോ ഡയാലിസിസ്. നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിൽട്ടർ പേപ്പറിനെ മുക്കുന്നത് ഏത് സൊല്യൂഷനാണെന്ന് പറഞ്ഞു? ആൽഡിഹൈഡ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇത്ര ആൽഡിഹൈഡ് സൊല്യൂഷനുകൾ വിളിക്കുന്ന പേരാണ് കൊളോയിഡിയോൺ സൊല്യൂഷൻ. കൊളോയിഡിയോൺ സൊല്യൂഷൻ എന്നാണ് ആൽഡിഹൈഡ് സൊല്യൂഷനെ വിളിക്കുന്ന വേറൊരു പേര്. അതായത് കൊളോയിഡിനെ പോലും പിടിച്ചു വയ്ക്കാൻ, കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് കൊളോയിഡിയോൺ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ടെക്സ്റ്റിലില്ല. ഫിൽട്ടർ പേപ്പർ, സാധാ ഫിൽട്ടർ പേപ്പറിന് ഓട്ടയുടെ വലിപ്പം കൂടുതലായതുകൊണ്ട് കൊളോയിഡിനോടൊപ്പമുള്ള ചെറിയ കണികകളെ വേർതിരിക്കാൻ പറ്റില്ല. സാധാരണ ഫിൽട്ടർ പേപ്പറിന്റെ ഓട്ടയുടെ വലിപ്പം കുറയ്ക്കാനായിട്ട് അതിനൊരു സൊല്യൂഷനിലോട്ട് മുക്കിയെടുക്കുമ്പോഴേക്കും അതിന്റെ ഹോളിന്റെ സൈസ് കുറയും. സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ചായയിൽ നിന്ന് ചായക്കൊത്ത് വേർതിരിയുന്നത് അതേപോലെ കൊളോയിഡൽ പാർട്ടിക്കിളിൽ നിന്ന് ഇമ്പ്യൂരിറ്റി അതിന്റെ മുകളിൽ നിൽക്കുകയും കൊളോയിഡൽ പാർട്ടിക്കിൾ താഴെ പോവുകയും ചെയ്യും. ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളോയിഡിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള പോയിന്റ് വളരെ സിമ്പിളാണ്. ആദ്യത്തെ പോയിന്റ് ഇതാണ്, ബ്രൗണിയൻ മൂവ്മെന്റ് എന്നാണ്. കൊളോയിഡിന്റെ പ്രോപ്പർട്ടീസിൽ കൊളോയിഡ് കാണിക്കുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ പേരിൽ മാത്രമേ ഉള്ളൂ ഒരു വലിയ എടുപ്പ്.
ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. കൊളോയിഡൽ പാർട്ടിക്കിൾ ഇതൊരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആണെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾ എപ്പോഴും ഇങ്ങനെ തോന്നിയ വാക്കിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ തോന്നിയ വാക്കിനുള്ള കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് സിക്സാഗ് മോഷൻ എന്ന് പറയും. സിക്സാഗ് എന്ന് പറഞ്ഞാൽ തോന്നിയ വാക്കിന് കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മൂവ് ചെയ്ത്. അതിന്റെ പ്രത്യേക ഡയറക്ഷൻ ഒന്നുമില്ല. കൊളോയിഡൽ പാർട്ടിക്കിൾ ഇങ്ങനെ പോകും, മുകളിലോട്ടേ പോകും, താഴോട്ട് പോകും, അങ്ങനെയൊന്നുമില്ല. കൊളോയിഡൽ പാർട്ടിക്കിൾ എപ്പോഴും കൊളോയിഡലിന്റെ പാർട്ടിക്കിൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സമയം ചുമ്മാ ഇരിക്കത്തില്ല. ഇങ്ങനെ റാൻഡം ആയിട്ട് സിക്സാഗ് ആയിട്ട് തോന്നിയ വാക്കിന് ഇങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെന്റ്. ബ്രൗണിയൻ മൂവ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് സിക്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സിക്സാഗ് മോഷനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാണിക്കുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ടിൻഡൽ എഫക്റ്റ്. എന്താണ് ടിൻഡൽ എഫക്റ്റ്? നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഓടിട്ട വീടുകളിലിരിക്കുമ്പോൾ ഇടയ്ക്ക് ഓടിൻ്റെ ഇടയ്ക്ക് ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഒരു പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം ആ വീട്ടിനുള്ളിലേക്ക് വരും. എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലാണ് വരുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സൂര്യപ്രകാശം ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ചുവരിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്ന കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സൂര്യപ്രകാശം കോൺ ഷേപ്പിൽ വരുന്നത്? സൂര്യപ്രകാശം ഈ വായുവിലുള്ള എയർ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ വന്ന് തട്ടി ചിന്നിച്ചെതറുന്നത് കൊണ്ടാണ്. ചിന്നിച്ചെതർ, അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണിപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾ എന്ന് വെച്ചോളൂ. ഈ സൂര്യപ്രകാശം ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഇതിൽ തട്ടി പല പാർട്ടിക്കിളായിട്ട് തട്ടുമ്പോൾ എന്ത് ചെയ്യും, പല സ്ഥലത്തായിട്ട് സൂര്യപ്രകാശം ഇതിനെ സ്പ്രെഡ് ചെയ്യും. കണ്ടോ? ഇങ്ങനെ സൂര്യപ്രകാശം അല്ലെങ്കിൽ ലൈറ്റ്, സൺലൈറ്റ് വന്ന് ഈ ഡസ്റ്റ് പാർട്ടിക്കിളിനെ തട്ടി ചിന്നിച്ചെതറും, സ്കാറ്റർ ചെയ്യും അല്ലേ? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്ട്. ടിൻഡൽ എഫക്ട് എന്ന് വെച്ചാൽ ഡസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കൊളോയിഡല്ലേ, കൊളോയിഡിന്റെ എക്സാമ്പിൾ ആണ് ഡസ്റ്റ്. നമ്മൾ പഠിച്ചായിരുന്നു എയറോസോൾ, ഓർമ്മയുണ്ടോ? എവിടെ ഓർമ്മിക്കാം അല്ലേ? അപ്പൊ നമുക്ക് കൊളോയിഡൽ പാർട്ടിക്കിളില് സൂര്യപ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് വന്ന് കൊളോയിഡൽ പാർട്ടിക്കിൾ വീഴുമ്പോൾ അത് ലൈറ്റ് എന്ത് ചെയ്യും, ചിന്നിച്ചെതറും. പല സ്ഥലത്തോട്ടായിട്ട് ചിന്നിച്ചെതറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്ട്. ടിൻഡൽ എഫക്റ്റിന്റെ ഫലമായി ഉണ്ടാവുന്ന ഈ കോൺ ഷേപ്പിലല്ലേ ലൈറ്റ് ചിന്നിച്ചെതറുന്നത്. അതുകൊണ്ട് ടിൻഡൽ എഫക്റ്റിന്റെ ഫലമായിട്ട് ലൈറ്റ് ചിന്നിച്ചെതറി പല സ്ഥലത്തോട്ടായിട്ട് പോകും. പല സ്ഥലത്തോട്ടായിട്ട് പോയാലും അത് ഏത് ഷേപ്പിലായിരിക്കും പോകുന്നത്? കോൺ ഷേപ്പ്. ഇതാ നോക്കിയാൽ കോൺ ഷേപ്പിലായിരിക്കും പോകുന്നത് ലൈറ്റ് ചിന്നിച്ചെതറി. ഇങ്ങനെ ലൈറ്റ് കോൺ ഷേപ്പിൽ ചിന്നിച്ചെതറി പോയി ഉണ്ടാവുന്ന ഈ കോണിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ കോൺ. അപ്പൊ എന്താണ് ടിൻഡൽ എഫക്റ്റ് എന്ന് മനസ്സിലായ? എന്താണ് ടിൻഡൽ എഫക്റ്റ്? ഒരു കൊളോയിഡൽ വസ്തുവിലേക്ക് ലൈറ്റ് കൊണ്ട് ഇടിപ്പിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഇതിലെ കൊളോയിഡൽ പാർട്ടിക്കിളിലെ ചെറിയ കുഞ്ഞു പാർട്ടികൾ ഉണ്ടല്ലോ, അതിൽ പോയി ഇടിക്കുമ്പോൾ ആ ലൈറ്റ് ചിന്നിച്ചെതറും. പല സ്ഥലത്തോട്ടായിട്ട് ചെതറുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് വഴി ഉണ്ടാവുന്ന ആ ഷേപ്പ് അല്ലേ, സൂര്യപ്രകാശം നമ്മുടെ ഓടിട്ട വീടിലെ ഓടിന്റെ ഇടയിലുള്ള ചെറിയ ഗ്ലാസ് പ്ലേറ്റുകളിൽ കൂടി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കോൺ ഷേപ്പിലായിട്ട് വന്ന് വീഴുന്നു അല്ലേ? ഇങ്ങനെ കോൺ ഷേപ്പിൽ വന്ന് വീഴുന്ന ആ ടിൻഡൽ എഫക്റ്റിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഈ കോൺ ഷേപ്പിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ടിൻഡൽ കോൺ. ഓക്കെയാണ്. അപ്പോൾ എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സിക്സാഗ് മോഷനെ വിളിക്കുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. എന്താണ് ടിൻഡൽ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടിൻഡൽ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിളിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ലൈറ്റ് വന്ന് കൊളോയിഡൽ പാർട്ടിക്കിൾ വീഴുമ്പോൾ ലൈറ്റ് ചിന്നിച്ചെതറും. ഇതാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ലൈറ്റ് ഇതിൽ തട്ടി പല സ്ഥലത്തോട്ടായിട്ട് ലൈറ്റ് ചെതറി പോകും, സ്കാറ്റർ ചെയ്ത് പോകും അല്ലേ? ഇങ്ങനെ ഈ പ്രോസസ്സിനെ, ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റിന്റെ ഫലമായി ഉണ്ടാകുന്ന ഈ കോൺ ഷേപ്പിലാണ് ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ഈ കോണിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ കോൺ. ഇനി ടിൻഡൽ എഫക്റ്റ് കാണിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒന്ന്, ഒരു കൊളോയിഡ്, എല്ലാ കൊളോയിഡുകളും ടിൻഡൽ എഫക്റ്റ് കാണിക്കില്ല. ഒരു കൊളോയിഡ് ടിൻഡൽ എഫക്റ്റ് കാണിക്കണമെന്ന കണ്ടീഷൻ ഇതാണ്. ഒന്ന്, ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ലൈറ്റിനെ കടത്തിവിടാനുള്ള കഴിവാണ് എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു വെള്ളത്തിലേക്ക്, ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് ഒരു പേന ഇതിലേക്ക് മുക്കി വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വെളിയിൽ ഒരു ഗ്ലാസ് പാത്രം എടുക്കുക, ഗ്ലാസ് പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അതിലോട്ട് പേന മുക്കി വെച്ച് കഴിഞ്ഞാൽ പേന ഇങ്ങനെ തന്നെ ഈ മുക്കുന്ന ആ രൂപത്തിൽ തന്നെ കാണുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ഗ്ലാസ് കൂടി നോക്കുമ്പോൾ പേന ഒടിഞ്ഞതായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്താ ഇങ്ങനെ ഒടിയാൻ കാരണം? ഇവിടെയും പ്രകാശം
പ്രകാശത്തിന്റെ ചിന്നിച്ചിതറുന്ന അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ. ഇവിടെ ഇങ്ങനെ ഈ വളഞ്ഞു പോകാനൊക്കെ കാരണം എന്താണ്? ഈ ലിക്വിഡിന്റെയും ഈ എയറിന്റെയും റിഫ്രാക്ട് ഇൻഡെക്സ് അല്ലെങ്കിൽ ലൈറ്റിനെ കടത്തിലുള്ള കഴിവ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപവർത്തനം എന്നൊക്കെ മലയാളത്തിൽ പറയും, റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്നൊക്കെ പറയും അല്ലേ. അതിനൊക്കെ പറ്റി പോട്ടെ. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ സ്കാറ്റർ, ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾ തട്ടി ലൈറ്റ് സ്കാറ്റർ ചെയ്യണം, ചിന്നിച്ചിതറണമെങ്കിൽ ഈ കൊളോയിഡിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് നോട്ട് മച്ച് സ്മാളർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഡയമീറ്റർ ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾ is not much smaller than the wavelength of light. അതായത് വന്ന് വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തും ഈ ഇവിടെ ഉള്ള കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ഡയമീറ്റർ ഏകദേശം സെയിം ആയിരിക്കണം, എന്നാലേ ഈ പ്രോസസ്സ് നടക്കത്തുള്ളൂ. വന്ന് വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തും ഇവിടെയുള്ള കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ഡയമീറ്ററും ഏകദേശം മാച്ചിങ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ ടിൻഡൽ എഫക്റ്റ് നടക്കത്തുള്ളൂ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് അതേപോലെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ടിൻഡൽ എഫക്റ്റ്, ഒരു കൊളോയിഡ് ടിൻഡൽ എഫക്റ്റ് കാണിക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് ഓർത്ത് വെച്ചേക്കുക. ഒന്ന്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വലുതായിരിക്കണം. there must be great difference between refractive indexes of dispersed phase and dispersion medium. അടുത്തത്, ഡയമീറ്റർ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇസ് നോട്ട് മച്ച് സ്മാളർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാളും കുറയാൻ പാടില്ല ആരുടെ ഡയമീറ്റർ? ഇവിടെയുള്ള കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഏത് നടക്കത്തുള്ളൂ, ലൈറ്റ് സ്കാറ്റർ ചെയ്യത്തുള്ളൂ. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ടിൻഡൽ എഫക്റ്റ്. നിങ്ങൾ ഇടതൂർന്ന വനങ്ങളിൽ കൂടി, മരങ്ങൾ ഒരുപാടുള്ള വനങ്ങളിൽ കൂടി പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് മരത്തിനിടയിൽ കൂടി സൂര്യപ്രകാശം വന്ന് വീഴുന്നത് നോക്കുമ്പോൾ ഈ രൂപത്തിലായിരിക്കും വന്ന് വീഴുന്നത്, കോൺ ഷേപ്പിലായിരിക്കും വന്ന് വീഴുന്നത്. അവിടെയും നടക്കുന്നത് ഏത് തന്നെയാണ്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ലൈറ്റ് ചിന്നിച്ചിതറി പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ടിൻഡൽ എഫക്റ്റ്. ലൈറ്റ് ചുമ്മാ ചിന്നിച്ചിതറത്തില്ല, ലൈറ്റ് എവിടെ പോയി ഇടിക്കുമ്പോൾ മാത്രമേ ചിന്നിച്ചിതറത്തുള്ളൂ, കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ പോയി ഇടിക്കുമ്പോൾ മാത്രമേ ലൈറ്റ് ചിന്നിച്ചിതറത്തുള്ളൂ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ അടുത്ത കൊളോയിഡിന്റെ പ്രോപ്പർട്ടി. അപ്പൊ കൊളോയിഡിന് രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ബ്രൗണിയൻ മൂവ്മെന്റും ടിൻഡൽ എഫക്റ്റ്. എന്താ ബ്രൗണിയൻ മൂവ്മെന്റ്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് എപ്പോഴും തോന്നിയ വാക്കിന് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ തോന്നിയ വാക്കിന് ഈ മോളിക്യൂൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുള്ളത് ചാർജ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് എന്തുണ്ട്? ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ട്, ന്യൂട്രൽ ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഒരു കൊളോയിഡിന്റെ ചാർജ് തീരുമാനിക്കുന്നത് ആ കൊളോയിഡിലെ പാർട്ടിക്കിളിന്റെ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചാർജിനെ ബേസ് ചെയ്തായിരിക്കും. ഒന്നും കൂടി, ഇതൊരു കൊളോയിഡാണ്. എന്റെ കയ്യിലെ ഈ ഭാഗം എന്ന് പറയുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ ആണെന്ന് വെച്ചോളൂ. ഈ കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും പോസിറ്റീവ് ചാർജാണ് ഒന്ന് ഒട്ടിയിരിക്കുന്നതെങ്കിൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ഈ കൊളോയിഡിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ കൊളോയിഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡ് നമുക്ക് പറയാം. ഇത് കൊളോയിഡൽ പാർട്ടിക്കിളാണ്. ഇതിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചേർന്നിരിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ ദിസ് കൊളോയിഡ് ഈസ് കാൾഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. അപ്പൊ കൊളോയിഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളും വരാം, നെഗറ്റീവ് ചാർജ് കൊളോയിഡും വരാം. കൊളോയിഡ് മേ ബി പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡ് ഓർ നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്. എന്താ പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡ് എന്ന് വെച്ചാൽ കൊളോയിഡിന്റെ സർഫസിൽ പോസിറ്റീവ് ചാർജാണ് കൂടുതലുള്ളതെങ്കിൽ ദാറ്റ് കൊളോയിഡ് ഈസ് കാൾഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്. ഇനി കൊളോയിഡിന്റെ സർഫസിൽ നെഗറ്റീവ് ചാർജാണ് കൂടുതലുള്ളതെങ്കിൽ ദാറ്റ് കൊളോയിഡ് ഈസ് കാൾഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്. കൊളോയിഡിന്റെ സർഫസിൽ പോസിറ്റീവും നെഗറ്റീവും ഇല്ല എങ്കിൽ ദാറ്റ് കൊളോയിഡ് വിൽ ബി ന്യൂട്രൽ കൊളോയിഡ്. മിക്കവാറും ഉള്ളതിനെല്ലാം പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ കാണും. പോസിറ്റീവ് ചാർജ് കൊളോയിഡ്സിനും നെഗറ്റീവ് ചാർജ് കൊളോയിഡ്സിനും എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ നോട്ടിലും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഏതൊക്കെ കൊളോയിഡ്സിനാണ് പോസിറ്റീവ് ചാർജ്, ഏതൊക്കെ കൊളോയിഡ്സിനാണ് നെഗറ്റീവ് ചാർജ്. ഇനി എന്തുകൊണ്ടാണ് ഈ കൊളോയിഡ്സിന് ചാർജ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. കൊളോയിഡിന്റെ സർഫസിൽ വേറെ ചില പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഒന്ന് പറ്റിപ്പിടിക്കുമ്പോഴാണ് ഈ കൊളോയിഡിന് എന്തുണ്ടെന്ന് പറയുന്നത്, ചാർജ് ഉണ്ടെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് അത് വിശദീകരിക്കാം. ശ്രദ്ധിച്ചോളൂ. സോഡിയം അയോഡൈഡ്, ഫോർമുല എന്താണ്? NaI. എന്താണ്? സോഡിയം അയോഡൈഡ്. സോഡിയം അയോഡൈഡും സിൽവർ നൈട്രേറ്റുമായി പ്രവർത്തിപ്പിക്കുന്നു. സോഡിയം അയോഡൈഡും ആരുമായിട്ട് പ്രവർത്തിപ്പിക്കുന്നു? സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റിന്റെ ഫോർമുല എന്താണ്? AgNO3.
അപ്പൊ സോഡിയം അയഡൈഡും സിൽവർ നൈട്രേറ്റുമായി പ്രവർത്തിപ്പിക്കുന്നു. സോഡിയം അയഡൈഡിനെ സിൽവർ നൈട്രേറ്റിനെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ Ag-യും ഐയും ചേർന്നാൽ എന്താവും? Agi ആവും. എണ്ണയും NO3യും ചേർന്നാൽ എന്തുണ്ടാവും? NaNO3 ഉണ്ടാവും. ഈ NaNO3 എന്ന് പറയുന്ന സാധനം വാട്ടർ സോലുബിൾ ആണ്. വാട്ടർ മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അത് വെള്ളത്തിൽ ലയിച്ചു. ഈ സാധനം കൊളോയിഡൽ സൈസിലാണ് ഉണ്ടാവുന്നത്. Agi എന്ന് പറയുന്ന സാധനത്തിന്റെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ Agi സിൽവർ അയഡൈഡ് എന്ന് പറയുന്നതിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് നോക്കിയപ്പോൾ അതിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് ഏത് സൈസിലാണ് ഉണ്ടായത്? കൊളോയിഡാണ് ഉണ്ടായത്. ഇതൊരു കെമിക്കൽ മെത്തേഡാണ്. എന്തുകൊണ്ട് ഇതിനെ കെമിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞേ? കെമിക്കൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡിന് എക്സാമ്പിൾ ആണ് ഇത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ we are mixing two chemicals and we are getting another chemical which is in the colloidal size. രണ്ട് കെമിക്കൽ മിക്സ് ചെയ്ത് വേറൊരു വസ്തു ഉണ്ടാവുന്നു. ആ വസ്തുവിന്റെ സൈസ് എന്ന് പറയുന്നത് ഏതിലാണ്? കൊളോയിഡൽ സൈസിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? we have prepared the colloid of silver iodide. We have prepared the colloid of silver iodide. അല്ലേ? അപ്പോൾ സിൽവർ അയഡൈഡിന്റെ പാർട്ടിക്കിൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, സിൽവർ അയഡൈഡിന്റെ പാർട്ടിക്കിൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു NaIക്ക് റിയാക്ട് ചെയ്യാൻ ഒരു AgNO3 മതി. ഒരു NaIക്ക് റിയാക്ട് ചെയ്യാൻ ഒരു AgNO3 മതി. ഒരു Agi ഉണ്ടാവും, ഒരു NaNO3 ഉണ്ടാവും. ഇത് രണ്ടും ഈക്വൽ എമൗണ്ട് ആണ് എടുത്തതെങ്കിൽ Agi മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ 50 ഗ്രാം NaIയും 50 ഗ്രാം AgNO3 ആണ് എടുത്തതെങ്കിൽ 50 ഗ്രാം Agi ഉണ്ടാകത്തുള്ളൂ. ഇവിടെ വല്ലതും ബാക്കി കാണുമോ? ഇല്ല. ഇതിന് ഒരു NaIക്ക് റിയാക്ട് ചെയ്യാൻ ഒരു AgNO3 വേണം. അപ്പൊ 50 ഗ്രാമിന് റിയാക്ട് ചെയ്യാൻ എത്ര തന്നെ വേണം? 50 ഗ്രാം AgNO3 തന്നെ വേണം. ഈക്വൽ എമൗണ്ട് ആണ് എടുത്തതെങ്കിൽ ഇത് രണ്ടും ബാക്കി കാണത്തില്ല. ഫുൾ ആയിട്ട് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇനി 50 ഗ്രാം ഇവിടെ 100 ഗ്രാം NaI ആണ് എടുത്തതെങ്കിലോ 50 ഗ്രാം AgNO3 റിയാക്ട് ചെയ്യാൻ എത്ര മതിയുടെ? 50 ഗ്രാം NaI മതി. അപ്പൊ ബാക്കി ആര് വരുവിടെ? കുറച്ച് Agi ഉണ്ടാവും, പക്ഷെ ബാക്കി ആര് വരുവിടെ? NaI ഉണ്ടാവും. ഏതാണോ കൂടുതൽ എടുക്കണം അത് ബാക്കി വരും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റിംഗ് റിയേജന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യം തീരുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഇതിപ്പോ തീർന്നു കഴിഞ്ഞാൽ കുറെ പ്രോഡക്റ്റ് ഉണ്ടാവും, ബാക്കി ഇത് അവശേഷിക്കും എന്ന് വിചാരിക്കുക. അതായത് NaIയും AgNO3 പ്രവർത്തിപ്പിച്ച് Agi ഉണ്ടാക്കി. ആ Agi ഉണ്ടായി. Agiയുടെ പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. ആ പാർട്ടിക്കിൾ ഏത് സൈസിലാണ് കാണപ്പെടുന്നത്? കൊളോയിഡൽ സൈസിലാണ് കാണപ്പെടുന്നത്. പക്ഷേ കുറച്ചുകൂടെ സോഡിയം അയഡൈഡ് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. സോഡിയം അയഡൈഡ് അവിടെ എക്സസ് ആണ് എന്ന് വിചാരിക്കുക. ആ റിയാക്ഷൻ നടത്തുമ്പോൾ സോഡിയം അയഡൈഡ് എക്സസ് ആണെങ്കിൽ സോഡിയം അയഡൈഡിൽ Na+ അയോണുകളും I- അയോണുകളും ഇല്ലേ? ഇല്ലേ? സോഡിയം അയഡൈഡിൽ Na+ അയോണുണ്ട്, I- അയോണുണ്ട്. ഇഷ്ടംപോലെ Na+ അയോണും I- അയോണോടെ കാണും. ബാക്കി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടായ കൊളോയിഡിന് ചുറ്റും ആദ്യം I- പാർട്ടിക്കിൾസ് വന്ന് ചുറ്റും വന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കും. I- പാർട്ടിക്കിൾസ് ചുറ്റും വന്ന് നിൽക്കും. അതിന് ചുറ്റും Na+ പാർട്ടിക്കിൾസ് വന്ന് ഒട്ടി നിൽക്കും. നോക്കിയേ, ഇപ്പൊ ഏതെങ്കിലും ഒരു വസ്തു കൊളോയിഡ് കൂടാതെ ഏതെങ്കിലും അയോൺസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അയോൺസ് അല്ലെ, കൊളോയിഡ് എന്ന് പറയുന്ന Agi ഉണ്ടായി, Agi കൂടാതെ NaI ബാക്കി ആ സൊല്യൂഷനിൽ ഉണ്ടെങ്കിൽ, ബാക്കിയുണ്ട് റിയാക്ട് ചെയ്യാൻ ബാക്കിയുണ്ട്, അല്ലെ റിയാക്ട് ചെയ്യാതെ കിടക്കുന്ന സാധനം വല്ല അയോൺസ് വല്ലതും ഉണ്ടെങ്കിൽ ആ അയോൺസ് Agiയുടെ ചുറ്റും വന്ന് നിൽക്കും. ആദ്യം ഒരു I- ലെയർ ഉണ്ടായി, അതിന് ചുറ്റും ഒരു Na+ ലെയർ വന്നു അല്ലെ. എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചുറ്റും ഇങ്ങനെ 2 ലെയർ ചാർജ് വന്ന് നിൽക്കും. സാധാരണ രീതിയിൽ എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചുറ്റും 2 ലെയർ അയോൺസ് കാണപ്പെടും. ആദ്യത്തെ ലെയർ അയോൺസിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ലെയർ അയോൺസ്. ആദ്യത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ലെയർ. രണ്ടാമത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂസ്ഡ് ലെയർ. ഓർക്കുക, എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചുറ്റും അയോൺസിന്റെ ലെയറുകൾ കാണപ്പെടും. സിൽവർ അയഡൈഡ് എന്ന് പറയുന്ന മോളിക്കൂൾ ഉണ്ടായപ്പോൾ അതിന് ചുറ്റും ഇപ്പൊ NaI കൂടുതലുണ്ടെങ്കിൽ ആദ്യം I- വന്ന് നിൽക്കുന്നു, അതിന് ചുറ്റും ആര് വന്ന് നിൽക്കുന്നു? Na+ അയോൺസ് വന്ന് നിൽക്കുന്നു. ഇങ്ങനെ 2 ലെയർ എല്ലാ കൊളോയിഡുകൾക്കും കാണും. കൊളോയിഡുകൾക്ക് ചുറ്റും 2 ലെയറുകളായിട്ടാണ് എല്ലാ കൊളോയിഡുകളും കാണപ്പെടുന്നത്. ഇങ്ങനെ 2 ലെയറുകളുള്ള കൊളോയിഡിന്റെ സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഓഫ് കൊളോയിഡ്സ്. അപ്പൊ എന്താണ് ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഓഫ് കൊളോയിഡ്സ് എന്ന് മനസ്സിലായോ? എന്താണ് ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഓഫ് കൊളോയിഡ്സ്? ഏതൊരു കൊളോയിഡിന്റെ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാലും അതിന് ചുറ്റും ആദ്യം ഒരു ലെയർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നിൽക്കുക. ഇവിടുത്തെ കേസിൽ വന്ന് നിൽക്കുന്ന ആരാണ്? നെഗറ്റീവ് അയൺസ് ആദ്യം ചുറ്റും വന്ന് നിൽക്കും, അതിന് ചുറ്റും ആര് വന്ന് നിൽക്കും? ഇവിടെ പോസിറ്റീവ് അയണുകൾ വന്ന് നിൽക്കും.
ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും അയോൺസ് ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നു, 2 ലെയർ അയോൺസ് സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഈ കൊളോയിഡിന്റെ സ്ട്രക്ചറുകളെ വിളിക്കുന്ന വേറൊരു പേരാണ് ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഡബിൾ ലെയർ എന്ന് വെച്ചാൽ 2 ലെയർ ഉണ്ട്. അകത്തുള്ള ലെയറിനെ, അനങ്ങാൻ പറ്റാത്ത ലെയറിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ലെയർ. വെളിയിലുള്ള എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഡിഫ്യൂസ്ഡ് ലെയർ. ഓക്കെ, ഇനി വേറൊരു കേസ് നമുക്ക് പരിഗണിക്കാം. ഈ AgI ഉണ്ടായി. ഓക്കെ, ഇവിടെ AgNO3 ആണ് കൂടുതലുള്ളതെങ്കിൽ, AgNO3 ആണ് ഇവിടെ ബാക്കിയുള്ളതെങ്കിൽ Ag+ അയോണുകൾ ആദ്യം ഇവിടെ ഇതിന്റെ ചുറ്റും വന്ന് നിൽക്കും. അതിന് ചുറ്റും ആരും നിൽക്കും ഇവിടെ NO3- അയോണുകൾ. AgNO3 ആകുമ്പോൾ Ag+NO3- ഉണ്ടല്ലോ. ഇവിടെയും ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും ഒരുപാട് അയോൺസ് വന്ന് നിരന്ന് നിൽക്കുകയാണ്. അതായത് ഇവിടെയും കൊളോയിഡിന് ഡബിൾ ലെയർ സ്ട്രക്ചർ ആണുള്ളത്. അപ്പൊ എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിളിനും എന്ത് സ്ട്രക്ചർ ഉണ്ട്? ഡബിൾ ലെയർ സ്ട്രക്ചർ ഉണ്ട്. ഏത് അയോൺസ്? ഇവിടെ നോക്ക്, സിൽവർ അയഡൈഡ് ഉണ്ടാകുന്ന സമയത്ത്, സോഡിയം അയഡൈഡും സിൽവർ നൈട്രേറ്റ് ചേർന്ന് സിൽവർ അയഡൈഡ് ഉണ്ടായ സമയത്ത് Na ആണുള്ളത് കൂടുതൽ അവിടെ കിടപ്പുണ്ടെങ്കിൽ, Na ചുമ്മാ അവിടെ ആ സൊല്യൂഷന് കിടപ്പുണ്ടെങ്കിൽ ആ ഉണ്ടായ സിൽവർ അയഡിന് ചുറ്റും I- Na+ അയോണുകൾ വന്ന് നിൽക്കും. ഇനി AgI ഉണ്ടാകുന്ന സമയത്ത് ബാക്കി സിൽവർ നൈട്രേറ്റ് അവിടെ കിടപ്പുണ്ട്, റിയാക്ട് ചെയ്യാൻ ആരുമില്ലാതെ അവിടെ AgNO3 അനാഥമായി കിടപ്പുണ്ടെങ്കിൽ ആ Ag+ അയോണുകളും NO3- അയോണുകളും ആ സിൽവർ അയഡിന്റെ ചുറ്റും വന്ന് നിൽക്കും. അപ്പൊ എങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, റിയാക്ടന്റിൽ ആര് എക്സസ് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് കൊളോയിഡ് ഉണ്ടാകുന്ന സമയത്ത് റിയാക്ടന്റിൽ ആര് കൂടുതൽ വന്നു കഴിഞ്ഞാലും ആ റിയാക്ടൻസിലെ അയോൺസ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചുറ്റും വന്ന് നിൽക്കും. എപ്പോഴും കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും എത്ര ലെയർ കാണും? ഇവിടെ 2 ലെയർ കാണും. അതുകൊണ്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഓഫ് കൊളോയിഡ്സ് എന്ന് വിളിക്കും. ഇനി ഈ 2 ലെയർ, ഒരു ലെയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്, അടുത്ത ലെയർ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് അല്ലേ? 2 ചാർജുകൾ അടുത്തടുത്ത് വന്നാൽ അവയ്ക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് ഈ ലെയറിനും ഇടയിൽ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ? 2 ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് ലേയേഴ്സ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവയ്ക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് കാൾഡ് സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. അപ്പൊ എന്താണ് സീറ്റ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ. എന്താണ് സീറ്റ പൊട്ടൻഷ്യൽ അഥവാ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ, എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിളുകളുടെ നിങ്ങൾ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും ഓരോ കൊളോയിഡൽ പാർട്ടിക്കിളിനെ ചുറ്റി 2 ലെയർ അയോണുകൾ എപ്പോഴും ചുറ്റും കാണപ്പെടും. നമ്മൾ അത് എക്സ്പെരിമെന്റ് വഴി നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ എക്സ്പെരിമെന്റ് ഞാൻ എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? സോഡിയം അയഡൈഡും സിൽവർ നൈട്രേറ്റും പ്രവർത്തിപ്പിച്ച് സിൽവർ അയഡിന്റെ കൊളോയിഡ് ഉണ്ടായി. സോഡിയം അയഡൈഡ് കൂടുതലുണ്ടെങ്കിൽ, സോഡിയം അയഡൈഡ് ബാക്കി കിടപ്പുണ്ടെങ്കിൽ ആ ഉണ്ടായ സിൽവർ അയഡിന് ചുറ്റും I- Na+ വന്ന് നിൽക്കും. ഇനി സിൽവർ അയഡൈഡ് ഉണ്ടായപ്പോൾ കുറച്ച് AgNO3 അവിടെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ AgNO3 Ag+ അയോണും വന്ന് നിൽക്കും, NO3- അയോണും വന്ന് നിൽക്കും ചുറ്റും. അപ്പൊ ഇവിടെയും കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും 2 ലെയർ അയോണുകളുണ്ട്, ഇവിടെയും കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും 2 ലെയർ അയോണുകളുണ്ട്. ഇങ്ങനെ ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും 2 ലെയർ അയോണുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം സ്ട്രക്ചറുകളെ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഓഫ് കൊളോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഈ 2 ലെയറുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഈ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഇത്രയും മനസ്സിലായ? ഓക്കെ, ഇനി ഇവിടെ നോക്കണേ, കൊളോയിഡിന് ചുറ്റും ആദ്യം വന്ന് നിൽക്കുന്ന ലെയറിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് അല്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഒരു കൊളോയിഡിന്റെ ചാർജ് എന്ന് പറയുന്നത് അതിൽ അഡ്സോർപ്ഷൻ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ കൊളോയിഡിൽ സർഫസിൽ ഒട്ടിയിരിക്കുന്ന പാർട്ടിക്കിളുകളുടെ ചാർജിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അതായത് ഇവിടെ നോക്കൂ, സിൽവർ അയഡൈഡ് എന്ന് പറയുന്നത് I- ആണ് ചുറ്റും നിൽക്കുന്നതെങ്കിൽ സിൽവർ അയഡൈഡിന് ചുറ്റും നെഗറ്റീവ് അയോണുകളാണ് ഒട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സിൽവർ അയഡൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആയിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ സിൽവർ അയഡിന് ചുറ്റും പോസിറ്റീവ്ലി ചാർജ് അയോണുകൾ ഒട്ടിയിരിക്കുന്നത്. ഇവിടെ സിൽവർ അയഡിന് ചുറ്റും പോസിറ്റീവ്ലി ചാർജ് അയോണുകൾ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ സിൽവർ അയഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡ് ആയിരിക്കും. കാരണം കൊളോയിഡിന്റെ ചുറ്റും ഏത് അയോണാണോ ഇരിക്കുന്നത് ആ ചാർജ് ആയിരിക്കും ആ കൊളോയിഡിനുള്ളത്. അപ്പൊ ഇവിടെ സിൽവർ അയഡ് ക്യാൻ ബി പോസിറ്റീവ്ലി ചാർജ് ഓർ നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്. സാധാരണ രീതിയിൽ അങ്ങനെ വരത്തില്ല. റിയാക്ഷൻ കണ്ടീഷൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ ഒരു കൊളോയിഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് പറയുന്നത്. എന്നാലും കുറെ പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡ്സും കുറെ കോമൺ ആയിട്ടുള്ള നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ് ഉണ്ട്. അവരെല്ലാം ചില പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ് ആണ് എന്ന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാത്രമേ ആക്ട് ചെയ്തുള്ളൂ? പോസിറ്റീവ് ചാർജ് കൊളോയിഡ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്തുള്ളൂ.
ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഒരു കൊളോയിഡിന് പോസിറ്റീവ് ചാർജിൽ കൊളോയിഡും ആവാം, നെഗറ്റീവ് ചാർജിൽ കൊളോയിഡും ആവാം. പക്ഷെ അതിന്റെ ചാർജ് തീരുമാനിക്കുന്നത് ആ കൊളോയിഡിന് ചുറ്റുമുള്ള അയോണുകളെ ബേസ് ചെയ്തായിരിക്കും. അപ്പൊ കൊളോയിഡുകളുടെ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് കൊളോയിഡുകളുടെ 3 പ്രോപ്പർട്ടീസ്? ഒന്ന്, ബ്രൗണിയൻ മൂവ്മെന്റ്. കൊളോയിഡൽ പാർട്ടിക്കിൾ തോന്നിയ വാസ്തുവിനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. 2, ടിൻഡൽ എഫക്ട്. എന്താണ് ടിൻഡൽ എഫക്ട്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ. ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിലേക്ക് ലൈറ്റ് വന്നു വീണ് കഴിഞ്ഞാൽ ലൈറ്റ് 4 ദിശയ്ക്ക് ചിന്നിച്ചെതറിപ്പോവും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്ട്. ടിൻഡൽ എഫക്ട് നടക്കണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിരിക്കണം. എന്തൊക്കെയാണ് 2 കണ്ടീഷൻ? ദർ മസ്റ്റ് ബി എന്തൊക്കെയാണ്? ഗ്രേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആൻഡ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡും ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ഏകദേശം ഒരേപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ ടിൻഡൽ എഫക്ട് നടക്കത്തില്ല. ഇനി അത് കഴിഞ്ഞ് പറഞ്ഞാണ് കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചാർജ്. ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ഡിപ്പെൻഡ് അപ്പോൺ ദ അയോൺ വിച്ച് ഈസ് ബൗണ്ട് ടു ദ സർഫസ് ഓഫ് ദി കൊളോയിഡ്. കൊളോയിഡിന്റെ സർഫസിൽ ഏത് അയോൺ ആണ് കാണപ്പെടുന്നത് എന്നതിനെ ബേസ് ചെയ്താണ് കൊളോയിഡിന്റെ ചാർജ് നമ്മൾ പറയുന്നത്. കൊളോയിഡിന്റെ ചാർജ് ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ചാർജ് അഡ്സോർബ്ഡ് ഓൺ ദ സർഫസ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡുകളുടെ സർഫസിൽ ഏത് ചാർജാണ് ഒട്ടിയിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്ത് കൊളോയിഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് ഓർ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്. If positive charge is adhered on the surface of colloid, then it is called positively charged colloid. If negative charge is adhered on the surface of colloid, then it is called negatively charged colloid. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി കൊളോയിഡിന് ചുറ്റും ഒരു കൊളോയിഡിന് ചുറ്റും 2 ലെയർ പാർട്ടിക്കിൾ എപ്പോഴും കാണാം. ഫസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് ലെയർ എന്നും സെക്കൻഡ് ലെയറിനെ വിളിക്കുന്ന പേര് ഡിഫ്യൂസ്ഡ് ലെയർ. വൈ ഇറ്റ് ഈസ് കോൾഡ് ഡിഫ്യൂസ്ഡ് ലെയർ? ബിക്കോസ് ദ അയോൺസ് ഇൻ ദ ഡിഫ്യൂസ്ഡ് ലെയർ ഇസ് റാൻഡംലി മൂവിംഗ്. രണ്ടാമത്തെ ലെയറിലുള്ള അയോൺസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യത്തെ ലെയറിലുള്ളത് ഈ സിൽവർ അയണിനെ ഒട്ടിയിരിക്കും. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് അനങ്ങാത്ത ലെയർ ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ലെയർ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെയർ ആയതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്ന പേര് ഡിഫ്യൂസ് ലെയർ. 2 ചാർജുകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവയ്ക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ചാർജ് ഡെവലപ്പ് ചെയ്യുക. ആ ചാർജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. ഇനി അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. ഈ കൊളോയിഡൽ പാർട്ടിക്കിളുകളുടെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോഫോറോസിസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ അടുത്ത പ്രോപ്പർട്ടി ഇലക്ട്രോഫോറസിസ്. വാട്ട് യു മീൻ ബൈ ഇലക്ട്രോഫോറസിസ്? ആ പേരിലേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിക്കുക, ഞാനൊരു കണ്ടെയ്നർ എടുക്കുന്നു, അതിലൊരു കൊളോയിഡ് എടുക്കുന്നു. കൊളോയിഡ് ആകുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസും കാണും, നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസും കാണും. കൊളോയിഡിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും അല്ലെങ്കിൽ പാർട്ടിക്കിൾസും കാണും. ഞാൻ ഇതിനുള്ളിലേക്ക് 2 മെറ്റൽ പ്ലേറ്റ് ഇറക്കി വെക്കുകയാണ്. ആദ്യത്തെ മെറ്റൽ പ്ലേറ്റിന്റെ ചാർജ് പോസിറ്റീവ്, രണ്ടാമത്തെ മെറ്റൽ പ്ലേറ്റിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ മെറ്റൽ പ്ലേറ്റിന്റെ ചാർജ് പോസിറ്റീവ്, രണ്ടാമത്തെ മെറ്റൽ പ്ലേറ്റ് കറണ്ട് വാരി കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മെറ്റൽ പ്ലേറ്റിന്റെ ചാർജ് പോസിറ്റീവ്, രണ്ടാമത്തെ ചാർജ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇലക്ട്രിസിറ്റി ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് കറണ്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് കൊളോയിഡിലുള്ള നെഗറ്റീവ് ചാർജുള്ള പാർട്ടികൾ പോസിറ്റീവ് പ്ലേറ്റിലേക്കും കൊളോയിഡിലുള്ള പോസിറ്റീവ് ചാർജുള്ള പാർട്ടികൾ നെഗറ്റീവിലേക്കും മൂവ് ചെയ്യപ്പെടും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ സെൻസ് ആണ്. കൊളോയിഡിലുള്ള പോസിറ്റീവ് ചാർജുള്ള പാർട്ടികൾ നെഗറ്റീവ് മെറ്റൽ പ്ലേറ്റിലേക്കും കൊളോയിഡിലുള്ള നെഗറ്റീവ് ചാർജുള്ള പാർട്ടികൾ പോസിറ്റീവ് മെറ്റൽ പ്ലേറ്റിലേക്കും മൂവ് ചെയ്യും. കാരണം എന്താ? ഓപ്പോസിറ്റ് ചാർജ് വിൽ ആൾവേസ് അട്രാക്ട് ഈച്ച് അതർ. ഇങ്ങനെ കൊളോയിഡിലുള്ള പാർട്ടിക്കിളുകൾ അവയ്ക്ക് ഓപ്പോസിറ്റ് ചാർജുള്ള മെറ്റൽ പ്ലേറ്റുകളിലേക്ക് മൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര്, ഈ കൊളോയിഡിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫോറോസിസ്. അപ്പൊ എന്താണ് ഇലക്ട്രോഫോറോസിസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോഫോറോസിസ്? ഇലക്ട്രോഫോറോസിസ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ചാർജസ് ഇൻ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ either towards a positively charged or negatively charged metal plates is called electrophoresis. Electrophoresis is a process by which positive or negative ions of the colloids are moving towards the oppositely charged electrodes. പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഉള്ള കൊളോയിഡിലെ പാർട്ടിക്കിളുകൾ അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡുകളിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫോറോസിസ്. ഇനി ഇതിൽ കൊളോയിഡിലുള്ള സോൾവെന്റ് ആണ് മൂവ് ചെയ്യുന്നത്. സോൾവെന്റിന് ചാർജ് ഉണ്ടെങ്കിൽ കൊളോയിഡിലുള്ള സോൾവെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. കൊളോയിഡിലെ സോൾവെന്റ് പകരം ഉപയോഗിക്കുന്ന ടൈം അതാണ്. കൊളോയിഡിൽ സോൾവെന്റ് നല്ല ഉപയോഗിക്കുന്നത്. കൊളോയിഡ് ഉപയോഗിക്കുന്ന എന്താ? ഡിസ്പേർഷൻ മീഡിയം, സോൾവെന്റ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം, അതാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതാണ് മെറ്റൽ പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോ ഓസ്മോസിസ്.
അപ്പൊ എന്താണ് ഇലക്ട്രോഓസ്മോസിസ്, എന്താണ് ഇലക്ട്രോഫോറോസിസ് എന്ന് മനസ്സിലായോ? കൊളോയിഡിലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള മെറ്റൽ പ്ലേറ്റുകളിലേക്ക് പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോഫോറോസിസ് എന്നും, ഇനി കൊളോയിഡിലുള്ള സോൾവെന്റ് മോളിക്യൂളാണ് അല്ലെങ്കിൽ കൊളോയിഡിലുള്ള ഡിസ്പേർഷൻ മീഡിയമാണ് ഓപ്പോസിറ്റ് ചാർജുള്ള മെറ്റൽ പ്ലേറ്റുകളിലേക്ക് പോകുന്നതെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഇലക്ട്രോ ഓസ്മോസിസ് എന്നും വിളിക്കുന്നു. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് ഇപ്പൊ ഡിസ്കസ് ചെയ്തത് എന്താണ്? കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇനിയുണ്ട് പ്രോപ്പർട്ടീസ്. ഇനി ഒരു പ്രോപ്പർട്ടി എന്താ, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ്. കൊളോയിഡ്സിന്റെ 3 പ്രോപ്പർട്ടീസ്, 4 പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 5 പ്രോപ്പർട്ടീസ് ഉണ്ട്, 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ടിൻഡാൽ എഫക്ട്, ബ്രൗണിയൻ മൂവ്മെന്റ്, ചാർജ് ഓഫ് പാർട്ടിക്കിൾസ്, ഇലക്ട്രോഫോറോസിസ് ആൻഡ് ഇലക്ട്രോഓസ്മോസിസ്. രണ്ടും ഒരേ കാറ്റഗറിയിൽ വരുന്നതായിട്ടാണ് നമ്മൾ ഒരുമിച്ച് അങ്ങ് പഠിച്ചത്. If the solvent moves, a solvent of colloid or dispersion medium of colloid is moving towards the metal plate, then it is called electroosmosis. If the ions present in the colloid is moving towards the positive or negatively charged electrode, then it is called electrophoresis. Okay? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൊളോയിഡ്സിന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ. നിങ്ങൾ പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചിട്ടുണ്ട്. പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കുന്ന പ്രോസസ്സാണ് പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രസിപ്പിറ്റേറ്റ് ടു കൊളോയിഡ്. അങ്ങനെ ഓർത്താൽ മതി, പേരിൽ തന്നെ പറയാം. പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കും. അത് നമ്മൾ കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷനിൽ പഠിച്ചു. അതിന് ഉപയോഗിക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് പെപ്റ്റൈസിങ് ഏജന്റ് അല്ലേ. പ്രസിപ്പിറ്റേറ്റിലോട്ട് ഒരു വസ്തു ആഡ് ചെയ്യുമ്പോഴാണ് അത് കൊളോയിഡായി മാറുന്നത്. പ്രസിപ്പിറ്റേറ്റിലേക്ക് ഏത് വസ്തു ആഡ് ചെയ്യുമ്പോൾ, പെപ്റ്റൈസിങ് ഏജന്റ് ആഡ് ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? കൊളോയിഡായിട്ട് മാറുന്നു. ഇനി നേരെ തിരിച്ച് കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേഷൻ. ഓർത്തു വയ്ക്കുക, പേര് തന്നെ പറയാം. പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കുന്ന പ്രോസസ്സാണ് പെപ്റ്റൈസേഷൻ. കൊയാഗുലേഷൻ എന്ന് വെച്ചാൽ കൊളോയിഡിനെ എന്താക്കുന്നു? പ്രസിപ്പിറ്റേറ്റ് ആക്കുന്നു. കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് കൊയാഗുലേഷൻ, അല്ലെങ്കിൽ വേറൊരു പേര് പ്രസിപ്പിറ്റേഷൻ, അല്ലെങ്കിൽ വേറൊരു പേര് ഫ്ലോക്കുലേഷൻ. ഓർക്കുക, കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേഷൻ അഥവാ പ്രസിപ്പിറ്റേറ്റ് അഥവാ ഫ്ലോക്കുലേഷൻ. ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടി ഏതെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്താൽ, ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി പല മെത്തേഡ് വഴി നമുക്ക് മാറ്റാൻ കഴിയും. ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി പല മെത്തേഡ് വഴി നമുക്ക് മാറ്റാൻ കഴിയും. ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടി ആഡ് ചെയ്യുന്ന വസ്തുവിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റിംഗ് ഏജന്റ്. കെമിക്കൽസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഏജൻസിനെ വിളിക്കുന്ന പേരാണ്, ആ വസ്തുക്കളെ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസുകളെ അല്ലെങ്കിൽ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റിംഗ് ഏജന്റ്സ്. കൊളോയിഡ്സിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്ന കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റിംഗ് ഏജന്റ്. ഇനി നമുക്ക് നോക്കാം, ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്ന പല വഴികൾ ഏതൊക്കെ. ഹൗ വിൽ യു കൺവേർട്ട് എ കൊളോയിഡ് ടു പ്രസിപ്പിറ്റേറ്റ്? ഒരു കൊളോയിഡിനെ നിങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിൽ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാം? ഒന്ന്, ബൈ ബോയിലിംഗ്. കൊളോയിഡിനെ എന്ത് ചെയ്യുക? ചൂടാക്കുക. കൊളോയിഡിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണ് കൊളോയിഡിൽ. ആ പാർട്ടിക്കിൾസ്, കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ചേർന്ന് വലിയ സൈസിലുള്ള പാർട്ടിക്കിൾ ആയിട്ട് മാറും. അതാണ് പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ കൊളോയിഡ്സിനെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡയാലിസിസ്. പെർസിസ്റ്റന്റ് എന്ന് വെച്ചാൽ തുടർച്ചയായ, ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയി നമ്മൾ ബ്ലഡ് ഡയാലിസിസ് ചെയ്യാൻ പാടില്ല. ബ്ലഡ് ഡയാലിസിസ് ചെയ്ത കണ്ടിന്യൂസ് ആയി ഡയാലിസിസ് ചെയ്ത് എന്ത് പറ്റും? ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ബ്ലഡ് പ്രസിപ്പിറ്റേറ്റിന്റെ രൂപത്തിലേക്ക് മാറുന്നതാണ്. ബ്ലഡിന്റെ സൈസ് വലുതാവും. ബ്ലഡിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ത് ചെയ്യുക? കൊളോയിഡൽ പാർട്ടിക്കിൾ അഗ്രിഗേറ്റ് ചെയ്യും, ചേർന്ന് പ്രസിപ്പിറ്റേറ്റിന്റെ രൂപത്തിലോട്ടായി മാറും. അപ്പൊ ആൾ തട്ടിപ്പോവും. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ പെർസിസ്റ്റന്റ് ഡയാലിസിസ്, ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടി, ബ്ലഡിനെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റത്തില്ല, ആൾ തട്ടിപ്പോവും. ബ്ലഡിനെ അല്ല, വേറെ ഏതെങ്കിലും കൊളോയിഡ്സിനെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് നടത്താം? പെർസിസ്റ്റന്റ് കണ്ടിന്യൂസ് ആയി ഡയാലിസിസ് ചെയ്യുക. അല്ലെങ്കിൽ ബൈ ആഡിങ് ഓപ്പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡ്. ഇപ്പോൾ ഒരു നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്, ഞാൻ പറഞ്ഞല്ലോ കൊളോയിഡ് ക്യാൻ ഹാവ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിലേക്ക് പോസിറ്റീവ് ചാർജുള്ള വസ്തു ആഡ് ചെയ്താൽ അത് പ്രസിപ്പിറ്റേറ്റ് ആവും. പോസിറ്റീവ് ചാർജുള്ള വസ്തുവിലേക്ക് വേറെ കെമിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസിപ്പിറ്റേറ്റ് ആവും. അതായത് നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിലേക്കോ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡിലേക്കോ കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പ്രസിപ്പിറ്റേറ്റ് ആവും. പറഞ്ഞാൽ മനസ്സിലായ? ശ്രദ്ധിക്കുക. അപ്പൊ ഈ 3 പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ബോയിൽ ചെയ്താൽ കൊളോയിഡ് എന്താവും? പ്രസിപ്പിറ്റേറ്റ് ആവും.
അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി ഡയാലിസിസ് ചെയ്താലും കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആവും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജുള്ള കൊളോയിഡിന് എന്ത് ചാർജാണോ അതിന് ഓപ്പോസിറ്റ് ചാർജുള്ള കൊളോയിഡ് ആഡ് ചെയ്യുക. അതായത് പോസിറ്റീവ് ചാർജ് കൊളോയിഡ് ആണ് നിങ്ങൾ പ്രസിപ്പിറ്റേറ്റ് ആക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആഡ് ചെയ്യുക. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിനാണ് പ്രസിപ്പിറ്റേറ്റ് ആക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആഡ് ചെയ്യുക. പറഞ്ഞു മനസ്സിലായല്ലോ. ഇനി ബൈ ഇലക്ട്രോഫോറോസിസ്. ഇലക്ട്രോഫോറോസിസ് ഞാൻ പറഞ്ഞിരുന്നായിരുന്നു. ബൈ ദ മൂവ്മെന്റ് ഓഫ് അയോൺസ് ഓഫ് കൊളോയിഡ്സ് ത്രൂ ദ മെറ്റൽ റോഡ്സ്. അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു ഇലക്ട്രോഫോറോസിസ്. ഇനി ബൈ ആഡിങ് ഓപ്പോസിറ്റ് ചാർജ് ഇലക്ട്രോലൈറ്റ്. ബൈ ആഡിങ് ഓപ്പോസിറ്റ് ചാർജ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് എന്ന് ചാർജുള്ള വസ്തുക്കൾ. അതായത് ഇപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണെന്ന് വെച്ചു. പോസിറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ആക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞെന്താണ് കൊളോയിഡ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കണമെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആഡ് ചെയ്താൽ മതി. അതേപോലെ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കണമെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആഡ് ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ AgI എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആണെങ്കിൽ അതിലോട്ട് Cl മൈനസ് ആഡ് ചെയ്താൽ മതി, പ്രസിപ്പിറ്റേറ്റ് ആവും. അതായത് ഒരു കൊളോയിഡിലോട്ട് കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി പോകും? പ്രസിപ്പിറ്റേറ്റ് ആയി പോകും. പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആണ് ഈ സാധനമെങ്കിൽ ഇതിലോട്ട് നെഗറ്റീവ് ചാർജ് അയോൺസ് ആഡ് ചെയ്താൽ മതി. ഇനി ഇവിടെ ഉള്ളത് നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആണെങ്കിൽ അതിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കാൻ വേണ്ടി ആഡ് ചെയ്യണം Na+, K+, Ca2+ ഉള്ള അയോൺസ് ആഡ് ചെയ്താൽ മതി. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും ഓർക്കുക. 5 പോയിന്റുകൾ. ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേഷൻ, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ, അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ. കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടി ചേർക്കുന്ന കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റിംഗ് ഏജന്റ്. ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? ബോയിലിംഗ്, by persistent dialysis, continuous dialysis, or by adding opposite charge colloids or opposite charge electrolyte. Electrolyte means ions. Positive charge colloid, negative charge colloid ആണ് പോസിറ്റീവ് അയോൺസ് ആഡ് ചെയ്താൽ മതി, അത് പ്രസിപ്പിറ്റേറ്റ് ആവും. പോസിറ്റീവ് ചാർജ് കൊളോയിഡ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് അയോൺസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ബൈ ത്രൂ ഇലക്ട്രോഫോറോസിസ്. പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അവസാനത്തെ പോയിന്റ് പിടിക്കാം. 5ാമത്തെ പോയിന്റ് എന്താണ്? ഏതെങ്കിലും ചാർജുള്ള കൊളോയിഡുകളെ പ്രസിപ്പിറ്റേറ്റ് ആക്കണമെങ്കിൽ അതിലോട്ട് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ മതി. എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ് അല്ലേ. അതായത് ഇപ്പൊ നമ്മളിൽ ഒരു നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് ഉണ്ടെന്ന് വെച്ചോ. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് അലുമിനിയം 3+, കാൽഷ്യം 2+, Na+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസിപ്പിറ്റേറ്റ് ആവും. ഏത് കൊളോയിഡിലോട്ട്? നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിലോട്ട് പ്രസിപ്പിറ്റേറ്റ് ആക്കാൻ ആഡ് ചെയ്യേണ്ട സാധനം അയോൺസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് അല്ലേ. അതായത് നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആണെങ്കിൽ അതിലോട്ട് ആഡ് ചെയ്യുന്ന Al3+ ആവാം, അല്ലെങ്കിൽ Ca2+ ആവാം, അല്ലെങ്കിൽ Na+ ആവാം. ഇതിൽ ഏത് അയോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് എന്തായിട്ട് മാറും? പ്രസിപ്പിറ്റേറ്റ് ആവും. അപ്പൊ എന്റെ സംശയം, ഏതായിരിക്കും പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ആവാൻ സഹായിക്കുന്നത്? Al3+ ആയിരിക്കും. അതിനേക്കാളും പതുക്കെ ആയിരിക്കും ആരെന്ന് പറയുന്നത് Na+. കാരണം ഇവിടെ 3+ ചാർജ് ഉണ്ട്. ഇവിടെ എത്ര ചാർജ് ഉണ്ട്? 1+ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ എത്ര പ്ലസ് ഉണ്ട്? 2+. ചാർജ് കൂടുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റിംഗ് ഏജന്റ്. ഓർമ്മയുണ്ടല്ലോ, കൊയാഗുലേഷൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കാൻ വേണ്ടി ചേർക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റിംഗ് ഏജന്റ്. കൊയാഗുലേറ്റിംഗ് ഏജന്റുകളുടെ ചാർജ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ആയി മാറും എന്ന് പറയുന്ന നിയമമാണ് ഹാർഡി-ഷൂൾസ് റൂൾ. അപ്പൊ എന്താണ് ഹാർഡി-ഷൂൾസ് റൂൾ? ഹാർഡി-ഷൂൾസ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയർ ദ ചാർജ് ഓഫ് കൊയാഗുലേറ്റിംഗ് ഏജന്റ് ആഡഡ്, ആഡ് ചെയ്യുന്ന കൊയാഗുലേറ്റിംഗ് ഏജന്റിന്റെ ചാർജ് കൂടിക്കഴിഞ്ഞാൽ ഹയർ വിൽ ബി ദി കൊയാഗുലേറ്റിംഗ് പവർ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? കൊളോയിഡ് എന്താവും? പ്രസിപ്പിറ്റേറ്റ് ആവും. പെട്ടെന്ന് തന്നെ കൊയാഗുലേഷൻ നടക്കും. പറഞ്ഞത് മനസ്സിലായോ? ഹയർ ദി ചാർജ് ഓഫ് ഹാർഡി-ഷൂൾസ് റൂൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുമ്പോൾ ആഡ് ചെയ്യുന്ന കൊയാഗുലേറ്റിംഗ് ഏജന്റുകളുടെ നേച്ചറിനെ പറ്റി, സ്വഭാവത്തിനെ പറ്റി പറയുന്ന നിയമമാണ് ഹാർഡി-ഷൂൾസ് റൂൾ. എന്താണ് ഹാർഡി-ഷൂൾസ് റൂൾ പറയുന്നത്? ആഡ് ചെയ്യുന്ന അയോണുകളുടെ ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിന് വേറൊരു വസ്തുവിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറൊരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാനുള്ള പവർ എന്ത് ചെയ്യും? കൂടും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, പോസിറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡ് ആണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഏത് അയോണുകളായിരിക്കണം?
പ്രസിപ്പിറ്റേറ്റ് ആക്കണമെങ്കിൽ അതിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കണമെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കണമെങ്കിൽ ആഡ് ചെയ്യേണ്ടത് ഏത് അയോണുകളായിരിക്കണം? നെഗറ്റീവ് ആൻസ് ആയിരിക്കണം. ഇപ്പോൾ ഫോസ്ഫേറ്റ് BO4 3 SO4 2 Cl-, ഇതെല്ലാം ചാർജുള്ള ആൾക്കാർ, ഇതെല്ലാം നെഗറ്റീവ് ചാർജുള്ള ആൾക്കാർ. നമ്പർ മാത്രം നോക്കിയാൽ, നെഗറ്റീവിന്റെ നമ്പർ മാത്രം നോക്കിയാൽ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവിന്റെ നമ്പർ, ടോട്ടൽ വാല്യൂ അല്ല, നെഗറ്റീവിന്റെ നമ്പർ മാത്രം നോക്കുക. ആ നമ്പറിൽ വലുതാണ് 3 ആണോ 2 ആണോ 1 - 1 ആണോ? 3 അല്ലേ വലുത്. അപ്പൊ PO4 3 ആഡ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആവും. പക്ഷെ SO4 2 കുറച്ച് അധികം ആഡ് ചെയ്യേണ്ടി വരും. Cl- ആണെങ്കിൽ ഒരുപാട് ആഡ് ചെയ്താൽ മാത്രമേ പോസിറ്റീവ് ചാർജ് കൊളോയിഡിനെ എന്താക്കി മാറ്റാൻ പറ്റൂ? പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായ? അതായത് ഹയർ ദ ചാർജ്, ഈ നമ്പർ മൈനസ് ചാർജ് നോക്കണം, നമ്പർ ഹയർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, higher the magnitude of charge of coagulating agent added, higher will be the coagulation power. ചാർജിന്റെ കൂടെയുള്ള നമ്പർ കൂടുന്തോറും കൊയാഗുലേഷൻ നടത്താനുള്ള അതിന്റെ ശേഷിയും എന്ത് ചെയ്യൂടെ കൂടും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, 50 ഗ്രാം നെഗറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡ് ആണെങ്കിൽ ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ശകലം ആഡ് ചെയ്താൽ മതി, ഒരു 5 ഗ്രാം ആഡ് ചെയ്താൽ മതിയോ. പക്ഷെ ഇതാണെങ്കിലോ ഒരു 10 ഗ്രാമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇതാണെങ്കിലോ ഒരു 20 ഗ്രാമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഏത് ആഡ് ചെയ്യുന്നതാണ് ലാഭം? 5 ഗ്രാം ആഡ് ചെയ്യുന്നാലേ ലാഭം. അപ്പൊ അത്ര കെമിക്കലെല്ലാം ഇവിടെ നഷ്ടമാകത്തുള്ളൂ. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായ, നെഗറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡിനെ നിങ്ങൾക്ക് പ്രസിപ്പിറ്റേറ്റ് ആക്കണമെങ്കിൽ ചാർജ് കൂടിയ ഒരു സാധനം കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. ചാർജ് കുറഞ്ഞതാണെങ്കിലോ ഒരുപാട് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കോയാഗുലേറ്റിംഗ് വാല്യൂ. higher the charge, higher will be the coagulating power. Higher the charge, higher will be the coagulating power. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ഓർക്കുക, ചാർജ് കൂടുതലാണെങ്കിൽ സ്വല്പം ആഡ് ചെയ്താൽ മതി, കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആവും. ചാർജ് കുറവാണ്, ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്നല്ല, അതിന്റെ കൂടെയുള്ള നമ്പർ മാഗ്നിറ്റ്യൂഡ് ചാർജിന്റെ കൂടെയുള്ള മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ആവും എന്ന് പറയുന്ന നിയമമാണ് എന്ന് പറയുന്നത് ഹാർഡി-ഷൂൾസ് റൂൾ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിലേക്ക് കാൽഷ്യം ക്ലോറൈഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, മഗ്നീഷ്യം ക്ലോറൈഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് രണ്ട് ആഡ് ചെയ്താൽ ഈ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആവും. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യാം, അലുമിനിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ മനസ്സിലായേ? നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കാൻ പറയാം. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ ഏത് ആഡ് ചെയ്യണം? അതിന്റെ ഓപ്പോസിറ്റ് ചാർജ്, അതായത് പോസിറ്റീവ് ചാർജുള്ള സാധനം ആഡ് ചെയ്യണം. കാൽഷ്യം ക്ലോറൈഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അലുമിനിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം. ഏത് ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ച് മതിയാവുന്നു? കുറച്ച് സാധനം ഒഴിക്കുമ്പോൾ തന്നെ പ്രസിപ്പിറ്റേറ്റ് ആവുന്ന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ളത് Ca2+ ആണ്, ഇതിലുള്ളത് Al3+ ആണ്. ഏതാണ്? കുറച്ച് ചാർജ് കൂടുമ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി. അതായത് ചാർജ് കൂടുതൽ അലുമിനിയത്തിനാണ്. അപ്പൊ അലുമിനിയം സ്വല്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് എന്തായിട്ട് മാറും? പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒരു കൊളോയിഡ് എത്ര ആഡ് ചെയ്യണം, ഏതാണ് ബെറ്റർ കൊളോയിഡ്, ഒരു കോയാഗുലേറ്റിംഗ് ഏജന്റ് എത്ര ആഡ് ചെയ്യണം, ഏതാണ് ബെറ്റർ കോയാഗുലേറ്റിംഗ് ഏജന്റ് എന്നൊക്കെ പറഞ്ഞിരുന്ന നിയമമാണ് എന്ന് പറയുന്നത് ഹാർഡി-ഷൂൾസ് റൂൾ. ഹാർഡി-ഷൂൾസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഹയർ ദ ചാർജ് ഓഫ് കോയാഗുലേറ്റിംഗ് ഏജന്റ് ആഡഡ്, ഹയർ വിൽ ബി ഇറ്റ്സ് കോയാഗുലേഷൻ പവർ. ചാർജ് ആഡ് ചെയ്യുന്ന കോയാഗുലേറ്റിംഗ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താണ്? കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് മാറ്റാൻ വേണ്ടി ചേർക്കുന്ന വസ്തുവാണ് കോയാഗുലേറ്റിംഗ് ഏജന്റ്. കോയാഗുലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുന്നതിന്റെ ചാർജ് കൂടി കഴിഞ്ഞാൽ അത് പ്രസിപ്പിറ്റേറ്റ് ആവുന്നതിന്റെ അളവ് എന്ത് ചെയ്യൂടെ? കൂടും. പെട്ടെന്ന് തന്നെ പ്രസിപ്പിറ്റേറ്റ് ആവും. ചാർജ് കൂടിയ വസ്തു ആഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ പ്രസിപ്പിറ്റേറ്റ് ആവും. ചാർജ് കുറഞ്ഞ വസ്തുവാണ് ആഡ് ചെയ്യുന്നതെങ്കിലോ പതുക്കെ എന്താവത്തുള്ളൂ? ആ കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആവത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ കൊളോയിഡ്സിന്റെ കാറ്റഗറി. കൊളോയിഡ്സിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എമൽഷൻ എന്ന് പറയുന്നത്. കൊളോയിഡ്സിലെ എമൽഷൻ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ ക്ലാസിഫിക്കേഷൻ കൊളോയിഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും സൈസിനെ ബേസ് ചെയ്ത്, ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും വലിപ്പത്തിനെ ബേസ് ചെയ്ത്, ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ നമ്മൾ അവിടെ പഠിച്ചു എമൽഷൻ. എന്തായിരുന്നു എമൽഷൻ? ലിക്വിഡ് കൊളോയിഡ്സ് ആർ കാൾഡ് എമൽഷൻ. ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡ് ആയിരിക്കും, ഡിസ്പേർഷൻ മീഡിയവും എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡ്, ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ആർ കാൾഡ് ലിക്വിഡ് കൊളോയിഡ്സ്. ലിക്വിഡ് കൊളോയിഡ്സ് ആർ അതർവൈസ് കാൾഡ് എമൽഷൻ. എമൽഷനെ പറ്റിയാണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമൽഷൻസിനെ പറ്റിയാണ്.
എമൽഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡും ചേർത്ത കൊളോയിഡ്സിനെ വിളിക്കുന്ന പേരാണ് എമൽഷൻ. ലിക്വിഡ് കൊളോയിഡ്സ് ആർ കാൾഡ് എമൽഷൻസ്. അപ്പോൾ ലിക്വിഡ് കൊളോയിഡ്സ് ആർ കാൾഡ് എമൽഷൻ എന്ന് വെച്ചാൽ എന്താ? ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡ് ആയിരിക്കും, ഡിസ്പേർഷൻ മീഡിയം എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. If dispersed phase and dispersion medium both are in the liquid state, then they are called emulsion. Emulsions തന്നെ രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. O/W emulsion. O/W emulsions എന്ന് വെച്ചാൽ oil in water emulsion. Oil in water emulsion. And W/O emulsion. W/O emulsion എന്ന് വെച്ചാൽ എന്താണ്? Water in oil emulsion. അപ്പോൾ emulsions are classified into two. Oil in water emulsion and water in oil emulsion. Oil in water emulsion എന്ന് വെച്ചാൽ O/W emulsion, അല്ലെങ്കിൽ വാട്ടർ ഇൻ ഓയിൽ emulsion എന്ന് വെച്ചാൽ W/O emulsion. ഒന്നും മനസ്സിലായില്ലല്ലോ? ഒന്നും മനസ്സിലാവില്ല. നോക്കൂ, ശ്രദ്ധിച്ചു. എമൽഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൽഷൻസ് ആർ ലിക്വിഡ് കൊളോയിഡ്സ്. ലിക്വിഡും ചേർന്ന കൊളോയിഡ്സിനെ വിളിക്കുന്ന പേരാണ് എമൽഷൻ. കൊളോയിഡ് ആകുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസും കാണും, ഡിസ്പേർഷൻ മീഡിയം കാണുമല്ലോ. ഈ O/W എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. ആദ്യം പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും രണ്ടാമതുള്ളത് ഡിസ്പേർഷൻ മീഡിയവുമായിരിക്കും. അതായത് ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതലുള്ളത് വാട്ടറും കുറവുള്ളത് ഓയിലുമാണ്. വാട്ടർ ഈസ് കാൾഡ് ഡിസ്പേർഷൻ മീഡിയം, ഓയിൽ ഈസ് കാൾഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. അപ്പൊ O/W എമൽഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ഡിസ്പേർഷൻ മീഡിയം. ഇനി W/O എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഇസ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഓയിൽ ഇസ് ദ ഡിസ്പേർഷൻ മീഡിയ. അതായത് ഓയിലിനുള്ളില് വാട്ടറിനെ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണെങ്കിലോ വാട്ടറിനുള്ളില് ഓയിലിനെ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ആ പേര് ഡിസോൾവ് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ ഞെട്ടും. കാരണം വെള്ളവും ഓയിലും ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല? ഡിസോൾവ് ആകത്തില്ല. പക്ഷേ ഓർക്കുക, എമൽഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടറിനെ ഓയിലിലേക്ക് ഡിസോൾവ് ചെയ്തോ ഓയിലിനെ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്തോ ആണ്. എങ്ങനെയെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. ഇതിന് ഇപ്പോ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മിൽക്ക്. മിൽക്കിനകത്ത് കൊഴുപ്പുണ്ടല്ലേ, കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്, ലിക്വിഡ് ഫാറ്റ്. ഈ ഫാറ്റ് എന്ന് പറയുന്നതാണ് ഓയിൽ. അതിനെ എവിടെയാ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്? വെള്ളത്തിൽ. മിൽക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് പാലിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, പാലിനകത്ത് ഒരുപാട് വെള്ളമുണ്ട്. നമ്മൾ വെള്ളം അഡീഷണൽ ഒഴിയുന്ന വെള്ളമല്ല, പാലെന്ന് പറയുന്ന ലിക്വിഡ് ഫോമിലുള്ളതല്ലേ. പാലെന്ന് പറയുന്നത് കൊഴുപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഫോമാണ് എന്ന് പറയുന്ന പാൽ. കൊഴുപ്പ് എന്ന് പറയുന്ന ഓയിലി ഫോമാണ്, വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് ഫോം അല്ലേ. അപ്പൊ ലിക്വിഡിലേക്ക് വാട്ടറിലേക്ക് ഏത് ഡിസോൾവ് ചെയ്തിരിക്കുന്നു? ഓയിൽ ഡിസോൾവ് ചെയ്യുന്നു. ചുമ്മാ ഡിസോൾവ് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാം, വെള്ളത്തിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൊങ്ങി കിടക്കത്തുള്ളൂ. ഒരു കാരണവശാലും ഡിസോൾവ് ആവില്ല. അവരെ തമ്മിൽ ചേർത്ത് ഒട്ടിച്ചു വെക്കുന്ന എന്തെങ്കിലും ഒരു ഫോഴ്സ് അവിടെ കാണും. ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് കാണും. ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെബിലൈസിങ് ഏജന്റ് അഥവാ എമൽസിഫയിങ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓയിൽ ഇൻ വാട്ടറിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മിൽക്ക്. വാനിഷിംഗ് ക്രീം ഉണ്ട്, കയ്യിലേക്ക് രോമം ഇളക്കി കളയുന്ന ക്രീമുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് മിൽക്ക്. മിൽക്കിന്റെ പ്രത്യേകത എന്താണ്? മിൽക്കിൽ രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഓയിലി ഫാറ്റും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഓയിലി ഫാറ്റിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡിസോൾവ് ചെയ്യണമെങ്കിൽ രണ്ടിനെയും ചേർത്ത് വയ്ക്കണമെങ്കിൽ, സാധാരണ എണ്ണ വെള്ളത്തിൽ ഡിസോൾവ് ആവില്ല, രണ്ടിനെയും ചേർത്ത് വയ്ക്കണമെങ്കിൽ അവയ്ക്കിടയിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ ആണ്. ആ കെമിക്കലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെബിലൈസിങ് ഏജന്റ്, എമൽസിഫയിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൊഴുപ്പിനെ പാലിനുള്ളിൽ കൊഴുപ്പിനെ വെള്ളത്തിൽ ഒട്ടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് വെച്ച് പാലിനെ നിർമ്മിക്കാൻ സഹായിക്കുന്നത് അവിടെയുള്ള പാലിലുള്ള പ്രോട്ടീനുകളും ഗമ്മുകൾ എന്ന് പറഞ്ഞാൽ പശകൾ, പ്രോട്ടീനുകളും ഗമ്മുകളുമാണ്. നിങ്ങൾക്കറിയാം മിൽക്ക് ഈസ് എ പ്രോട്ടീൻ റിച്ച് ഫുഡ് അല്ലെ. നിങ്ങൾ കേട്ടില്ലേ? മിൽക്ക് എന്ന് പറയുന്നത് ഒരു സമീകൃത ആഹാരമാണ്, ഡയറ്റ് ഉൾപ്പെടുത്താൻ കഴിയുന്ന നല്ലൊരു ഫുഡാണ് എന്ന് പറയുന്നത് മിൽക്ക് എന്ന് പറയുന്നത്. അതിന് കാരണം ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ. ഫാറ്റിനെയും വാട്ടറിനെ ഡിസോൾവ്, ഫാറ്റ് ഈസ് ഓയിലി ഇൻ നേച്ചർ. ഓയിലി സബ്സ്റ്റൻസസ് നെവർ ഡിസോൾവ് ഇൻ വാട്ടർ, ബട്ട് ഓയിലി സബ്സ്റ്റൻസസ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് വാട്ടർ ബൈ മീൻസ് ഓഫ് സം ഫോഴ്സസ്. അതായത് ഇത് ഓയിലാണ്, ഇത് വാട്ടർ ആണെങ്കിൽ ദീസ് ടു വിൽ നോട്ട് കമ്പൈൻ, ബട്ട് by applying some proteins or gums in between them, പ്രോട്ടീൻസിനെ അല്ലെങ്കിൽ ഗമ്മുകളൊക്കെ ഇതിനിടയിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ they will combine these two അല്ലെ. ഇങ്ങനെ ഈ ഒട്ടിച്ചു വെക്കാൻ സഹായിക്കുന്ന ഓയിലിനെയും വാട്ടറിനെയും തമ്മിൽ ചേർത്ത് വെക്കാൻ സഹായിക്കുന്ന അവിടെയുള്ള ഇടയിൽ പ്രവർത്തിക്കുന്ന വസ്തുക്കളെ എമൽസിഫയിങ് ഏജന്റ് അഥവാ സ്റ്റെബിലൈസിങ് ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ സ്റ്റെബിലൈസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഓയിൽ വിൽ നോട്ട് കമ്പൈൻ വിത്ത് വാട്ടർ ടു ഗിവ് എ സച്ച് എ കോമ്പൗണ്ട് കാൾഡ് മിൽക്ക്, or oil will not cooperate with water to give a solution. Oil will not dissolve in water, they are unstable. Mixture of oil and water are unstable. Oil will be present at the top of the water, കാരണം എന്താണ്? Its density is low
അല്ലേ? ഇനി വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ആണെങ്കിലോ, വാട്ട് അബൌട്ട് വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ? വാട്ടറിനെ എവിടെ ഡിസോൾവ് ചെയ്തിരിക്കുന്നു? ഓയിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബട്ടറും ക്രീമും അല്ല. അവിടെ വാട്ടറിനെയും ഓയിലിനെയും കമ്പൈൻ ചെയ്ത് വെക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അവിടെയുള്ള എമൽസിഫയിങ് ഏജന്റ് ആണ്. അവിടെയുള്ള എമൽസിഫയിങ് ഏജന്റ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക ഫാറ്റി ആസിഡ് ആൻഡ് ലോങ് ചെയിൻ ആൽക്കഹോൾ. ലോങ് ചെയിൻ എന്ന് വെച്ചാൽ കാർബൺ 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 എന്ന് പറഞ്ഞ് നേരത്തെ എഴുതിയ വലിയ ചെയിനുകളും പിന്നെ OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്. ലോങ് ചെയിൻ ആൽക്കഹോൾ, OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്നവരാണ് ആൽക്കഹോൾ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ വർഷം +2 തന്നെ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. വാട്ട് ആർ എമൽഷൻ? എമൽഷൻസ് ആർ ലിക്വിഡ് കൊളോയിഡ്സ്. ലിക്വിഡ് ചേർന്ന കൊളോയിഡ്സിനെ വിളിക്കുന്ന പേരാണ് എമൽഷൻ. എമൽഷൻസ് ആർ ഓഫ് 2 ടൈപ്സ്, ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആൻഡ് വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ. ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ എന്ന് വെച്ചാൽ എന്താണ്? Here dispersed phase is oil and dispersion medium is water. Water in oil emulsion ആണെങ്കിലോ here dispersed phase is water and dispersion medium is oil. ഓയിലും വാട്ടറും തമ്മിൽ ഒരു കാരണവശാലും ചേർത്തില്ല. ഇവിടെ ചേർത്തില്ല. അപ്പൊ അവരെ തമ്മിൽ ചേർത്ത് വെക്കണമെങ്കിൽ there must be an intermediate, there must be a species which connect these two, and the species is called stabilizing agent or emulsifying agent. Its examples are proteins and gums. Proteins and gums are the substances which joins liquid fat with water in milk. മനസ്സിലായല്ലോ? ഇത്രയാണ് നമ്മുടെ സർഫസ് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് വരുന്നത്. സർഫസ് കെമിസ്ട്രിയിലെ പോർഷൻസ് വരുന്ന അവസാനം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ കുറച്ച് കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന, നിങ്ങൾക്ക് ചുറ്റും കാണുന്ന കുറേയധികം കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് തുറക്കട്ടെ, ഒരു 4-5 കൊളോയിഡ്സിന്റെ 4-5 ആപ്ലിക്കേഷൻസ് എങ്കിലും പഠിച്ചു വെച്ചേക്കുക, കാണാതെ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഞാൻ പറയില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ടുള്ള ക്ലാസ്സുകൾ വരുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നേരിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വരുമ്പോഴും ഈ ലൈവ് ക്ലാസ്സുകളിലൊക്കെ വരുമ്പോഴും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്കസ് ചെയ്ത് തരും. ഓക്കെ, ബാക്കി നമുക്ക് ഒരു പുതിയ പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ചാപ്റ്റർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ചെറിയ ചാപ്റ്ററാണ്, എളുപ്പം മാർക്ക് കിട്ടുന്ന ചാപ്റ്ററാണ്. 4 മുതൽ 5 മാർക്ക് വരെ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. സർഫസ് കെമിസ്ട്രി. സോ ദ സർഫസ് കെമിസ്ട്രി ചാപ്റ്റർ ഈസ് ഓവർ. ഓക്കെ, ബൈ.